നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഒരു കളർഫുൾ ഡേ കൂടി അവസാനിക്കുകയാണ്. ഇനി 22-ാം ദിവസം, കൃത്യം 22-ാം ദിവസം കേരളം പോളിംഗ് ബൂത്തിൽ എത്തും. ഇന്നത്തെ ദിവസത്തിന് നിരവധി പ്രാധാന്യമുണ്ട് അല്ലേ? 2 കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ ഇന്ന് സംസ്ഥാനത്ത് പ്രചരണത്തിനുണ്ടായിരുന്നു ബിജെപിക്ക് വേണ്ടി. മുഖ്യമന്ത്രിയുടെ പ്രചരണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. SDPI വിവാദം വീണ്ടും വലിയ രീതിയിൽ ചർച്ചയായ ദിവസം, വിവാദമായ ദിവസം. ഈ ദിവസത്തെ ഏറ്റവും വലിയ ചർച്ച എന്ന് പറയുന്നത് SDPI പിന്തുണ ഇപ്പൊ ആർക്കും വേണം വേണ്ട അല്ലെങ്കിൽ വേണ്ടണം എന്ന അവസ്ഥയിലാണ് മുന്നണികൾ. വോട്ട് തന്നാൽ നല്ലത്, പക്ഷേ പരസ്യ പിന്തുണ വേണ്ട എന്നതാണ് ആ വിഷയത്തിലുള്ള പാർട്ടികളുടെ നിലപാട്. അത് വലിയ ചർച്ചയായി തുടരുന്നു. ഒപ്പം തന്നെ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം അവസാനിച്ച ദിവസം കൂടിയാണ്. 2ാം ഘട്ടത്തിലാണ് കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന. അത് 13 സംസ്ഥാനങ്ങളിലെ 89 മണ്ഡലങ്ങൾ. അവിടെ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട സമയം അവസാനിച്ചിരിക്കുന്നു. കേരളത്തിലേക്ക് വരുമ്പോൾ 290 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. കേരളത്തിന്റെ ചിത്രം വ്യക്തമായി കഴിഞ്ഞു. കേരളത്തിൽ ഇനിയിപ്പോൾ പരിശോധന കഴിയണം. ആരെങ്കിലും തള്ളിയാൽ അത് ഒഴിവാക്കി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥി അങ്ങനെ നഷ്ടപ്പെട്ടതാണ്. പക്ഷെ സാധാരണഗതിയിൽ അങ്ങനെ അത്യപൂർവമാണ്. നമുക്ക് എന്തായാലും അങ്ങനെ ആരുടെയും പ്രധാന പാർട്ടികളുടെ മത്സര രംഗത്തുള്ളത് 290 സ്ഥാനാർത്ഥികൾ. ഇതിൽ സൂക്ഷ്മ പരിശോധന കഴിഞ്ഞ് എത്ര പേർ ഉണ്ട് എന്നത് അറിയണം. നാളെയാണ് സൂക്ഷ്മ പരിശോധന നടക്കുക. SDPI വിവാദം കഴിഞ്ഞാൽ ഇന്ന് ഏറ്റവും അധികം ഇന്നും ചർച്ചയായത് രാഹുലിന്റെ റാലിയിലെ ലീഗ് പതാക ഒഴിവാക്കിയതാണ്. മുഖ്യമന്ത്രി വളരെ വലിയ വിമർശനവും അതും പരിഹാസ രൂപേണയുള്ള വിമർശനമൊക്കെ ഉന്നയിച്ച് ആ വിഷയം ഇങ്ങനെ ചൂടുപിടിപ്പിച്ചു. പതാക വന്നപ്പോൾ ഏറ്റവും വിമർശനം നേരിടേണ്ടി വന്നത് ബിജെപിയുടെ ഭാഗത്തു നിന്നും ഉത്തരേന്ത്യയിലുമാണ്. പക്ഷെ ഇക്കുറി അത് പതാക മാറ്റിയപ്പോൾ വിമർശനം കടുത്ത രീതിയിൽ നേരിടേണ്ടി വന്നത് കേരളത്തിലെ ഇടതു മുന്നണിയുടെ ഭാഗത്ത്. ആ വിമർശനം ഉയരുന്നത് CPM-ൽ നിന്നാണ്. അത് കോൺഗ്രസ് ചർച്ചയാക്കാൻ ശ്രമിക്കുകയാണ്. എന്തായാലും ഇന്നും പതാക വിവാദം വളരെ കത്തി നിൽക്കുന്ന ദിവസമാണ്. അത് പെട്ടെന്ന് അണയുകയുമില്ല. അത് സജീവമാക്കി നിർത്താനാണ് CPM ഇടതുപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കൊക്കെ വിശദമായി കിടക്കുകയാണ്. തെരഞ്ഞെടുപ്പ് തെരയിളക്കത്തിലൂടെ. ഇത് കടലിലെ തിരയിളക്കമല്ല, തെരയിളക്കമാണ്. തെരഞ്ഞെടുപ്പിന്റെ തെരയിളക്കം. അതെ, തെരഞ്ഞെടുപ്പിന്റെ ഒരു വലിയ ഇളക്കത്തിലേക്ക് കേരളം മുഴുവൻ ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു കഴിഞ്ഞു. പ്രത്യേകിച്ച് കേരളത്തിൽ 2ാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു ഘട്ടം സംസ്ഥാനം എന്ന നിലയ്ക്ക് ഇവിടെ എല്ലാ തരത്തിലും പ്രചരണം. ഇനിയിപ്പോൾ അടുത്ത ദിവസം മുതൽ എല്ലാ പാർട്ടികളുടെയും ഓപ്പൺ ജീപ്പിലുള്ള പ്രചരണവും സ്ഥാനാർത്ഥികളുടെ പ്രചരണവും ഒക്കെ ആരംഭിക്കും. ഇതുവരെ ഒരു തണുത്ത മട്ടുണ്ടായിരുന്നെങ്കിൽ ആ തണുപ്പ് മട്ട് മാറിക്കൊണ്ട് ഇനി ഒരു ഫുൾ സ്ട്രെച്ചിലേക്ക് എല്ലാ പാർട്ടികളും കടന്നു വരാൻ കൂടി പോവുകയാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് ചിത്രം കൂടി വ്യക്തമാകുന്ന ദിവസം ഓപ്പൺ ജീപ്പിലെ പ്രചരണത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഇന്ന് പത്രത്തിൽ കണ്ട ഒരു കാര്യം ഓർത്തത്. ആദ്യമായി ഓപ്പൺ ജീപ്പിൽ പ്രചരണം തുടങ്ങിയത് രമേശ് ചെന്നിത്തലയാണ്. അപ്പോൾ ആ ട്രെൻഡ് ഇതുവരെ വിട്ടുനിന്നില്ല. പക്ഷേ തെരഞ്ഞെടുപ്പിൽ പല ട്രെൻഡുകൾ മാറി വരുന്നുണ്ട്. ഇത്തവണ പ്രചരണ രംഗത്ത് AI ഉൾപ്പെടെ പ്രചരണത്തിന് വേണ്ടി കൂടി നമ്മൾ നൽകുന്നുണ്ട്. മരിച്ചുപോയ മുൻ മുഖ്യമന്ത്രി EK നായനാർ വന്ന് ജോയിക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നു. സാങ്കേതിക വിദ്യയുടെ ഏതറ്റം വരെയും പ്രചരണത്തിന് ഉപയോഗപ്പെടുത്താൻ പാർട്ടികൾ മത്സരിക്കുകയാണ്. അപ്പോൾ അതിന്റെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. തെരയിളക്കത്തിലേക്ക്. SDPIയുടെ പിന്തുണ ആർക്കും വേണ്ടേ? SDPI പരസ്യമായി UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചത് മുതൽ സംസ്ഥാനത്ത് അത് ഏറ്റവും വലിയ ചർച്ചയായിരിക്കുകയാണ്. വർഗീയവാദികളുടെ വോട്ട് വാങ്ങി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്നത് വിഷയമായി, അതൊരു ആരോപണമായി ഉയർത്തുന്നു. അപ്പോൾ കഴിഞ്ഞ തവണയൊക്കെ BJP ഒക്കെ ഉയർത്തിയ വാദങ്ങൾക്ക് സമാനമായ വാദം ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുമൊക്കെ ഉയർന്നു വരുന്ന സാഹചര്യം. SDPI പിന്തുണ വേണ്ടെന്ന നിലപാട് ഇതോടെ UDF-ന് വ്യക്തമാക്കേണ്ടി വന്നിരിക്കുകയാണെന്ന്. ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതയെ ഒരുപോലെ എതിർക്കും എന്നതാണ് ഇന്ന് UDF അതിന് കാരണമായി ചൂണ്ടിക്കാട്ടിയത്. വർഗീയവാദികളുടെ പിന്തുണ ആവശ്യമില്ലെന്നും CPM-ഉം BJP-യും ഒക്കെ ചങ്ങാതിമാരെന്നും നേതാക്കൾ വ്യക്തമാക്കി. ഇത് നേരത്തെ പിണറായി വിജയൻ ഉപയോഗിച്ച അതേ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒക്കെ ചങ്ങായി എന്ന വാക്ക് ഉപയോഗിച്ചാണ്. എങ്ങനെയാണ് ഈ വാക്ക് വന്നത് എന്നൊക്കെ അന്ന് ചർച്ചയായതാണ്. അതേ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ബന്ധം കൂടുതൽ ആരുമായിട്ട് കേരളത്തിൽ ഇടതുമുന്നണിയായാലും വലതുമുന്നണിയായാലും ഒരേപോലെ ഉന്നയിക്കുന്നത് ആരാണ് BJP-യെ ശക്തമായി എതിർക്കുന്നത്, ആരാണ് BJP-യുമായി രഹസ്യ ബാന്ധവമുള്ളത്. ഇത് പരസ്പരം 2 പാർട്ടികൾ, പ്രത്യേകിച്ച് CPM-ഉം കോൺഗ്രസുമാണ് ഇത് പരസ്പരം ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നത്. എന്തായാലും SDPIയുടെ പിന്തുണ വേണ്ട എന്ന് പരസ്യമായി തന്നെ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആ ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം ഈ പ്രധാനപ്പെട്ട ആളുകളുടെ പ്രതികരണം അതൊന്ന് കേട്ടിട്ട് പോകാം. ഭൂരിപക്ഷ വർഗീയതയെയും അതുപോലെ തന്നെ ന്യൂനപക്ഷ വർഗീയതയെയും
കേരളത്തിലെ കോൺഗ്രസും UDF-ഉം ഒരുപോലെ എതിർക്കും. അത്തരം സംഘടനകളുടെ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കില്ല. ഇപ്പോൾ SDPI UDF-ന് നൽകിയിരിക്കുന്ന പിന്തുണയെ ഞങ്ങൾ ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് കാണുന്നത്. വോട്ട് ചെയ്യുന്നത് വ്യക്തിപരമായിട്ടാണ് ആളുകൾ വോട്ട് ചെയ്യുന്നത്. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വോട്ട് ചെയ്യാം. എല്ലാ ജനവിഭാഗങ്ങളും UDF-ന് വോട്ട് ചെയ്യണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ സംഘടനകളുടെ കാര്യത്തിൽ ഞങ്ങളുടെ തീരുമാനം ഇതാണ്. ആ പശ്ചാത്തലത്തിൽ തന്നെയാണ്, ഈ തീരുമാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഞങ്ങൾ SDPIയുടെ പിന്തുണയെയും കാണുന്നത്. UDF-ന്റെ നിലപാട് ഇപ്പോഴാണ് അറിഞ്ഞത്. ഏതായാലും പാർട്ടി കൂടിയാലോചിച്ച് തീരുമാനം എടുക്കും. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം UDF-ന്റെ അനുവാദം വാങ്ങിയിട്ടല്ല പിന്തുണ നൽകിയത്. അതുകൊണ്ട് തന്നെ പാർട്ടി നിലപാട് അവരുടെ നിലപാട് ദയനീയമാണ്. അത് UDF-ന്റെ ഗതികേടാണ് ബോധ്യപ്പെടുത്തുന്നത്. പക്ഷേ എങ്കിലും നമ്മുടെ പാർട്ടിയുടെ നിലപാടും മാറ്റമുണ്ടാകാൻ സാധ്യതയില്ല. ഏതായാലും ഞങ്ങൾ കൂടിയാലോചിച്ച് തീരുമാനം എടുക്കുകയുള്ളൂ. സെക്രട്ടേറിയറ്റോ അല്ലെന്നുണ്ടെങ്കിൽ SWCയോ അടിയന്തരമായിട്ട് കൂടുന്നതാവും. എന്നാൽ UDF-ന്റെ അനുമതി വാങ്ങിയിട്ടല്ല പിന്തുണ പ്രഖ്യാപിച്ചതെന്നും പാർട്ടി കൂടിയാലോചിച്ച് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നുമുള്ള SDPI നേതാവ് അൻസാരി ഏനാത്തിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. UDF-ന്റെ അനുമതി വാങ്ങിയല്ല ഞങ്ങൾ UDF-നെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചത് എന്ന് അവർ പറയുന്നു. എന്താണ് ഇനി ഇവർ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന SDPI സ്വീകരിക്കുന്ന നിലപാട് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ പോലും SDPI UDF-നെ പിന്തുണ നൽകി ഈ പ്രശ്നത്തിലേക്ക് എടുത്തിടുകയായിരുന്നു. അവർക്ക് വേണമെങ്കിൽ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാൽ മതിയായിരുന്നു. ഇങ്ങനെ ഒരു പരസ്യ പ്രഖ്യാപനം വന്നതോടുകൂടി UDF-നെ സംബന്ധിച്ച് അത് അവർക്ക് വലിയ പ്രതിസന്ധിയും പ്രശ്നവും യഥാർത്ഥത്തിൽ സൃഷ്ടിക്കുകയല്ലേ ചെയ്തിരിക്കുന്നത്. രേണുകതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഉണ്ടാക്കുന്ന പ്രതിസന്ധി അല്ല, കേരളത്തെക്കാൾ വലുതായി ഇത് ദേശീയ തലത്തിൽ ഉണ്ടാക്കുന്ന പ്രതിസന്ധിയാണ്. SDPI എന്ന പാർട്ടിക്ക് PFIയുമായി ബന്ധമുണ്ട് എന്നുള്ളത് അവർ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഒക്കെ ആളുകൾക്ക് അറിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത്തരം ഒരു പാർട്ടിയുമായി PFIയുടെ രാഷ്ട്രീയ പാർട്ടിയുമായി കേരളത്തിലെ കോൺഗ്രസ് പിന്തുണ തേടുന്നു, അല്ലെങ്കിൽ അവരെ ഒറ്റ ഐക്യത്തോടു കൂടി നിൽക്കുന്നു. രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന കേരളത്തിലാണ്. രാഹുൽ ഗാന്ധി വിജയിക്കാൻ പോകുന്നത് ഇത്തരം മത തീവ്രവാദികളുടെ പിന്തുണയോടുകൂടിയാണ് എന്നൊരു പ്രചാരണം ഉത്തരേന്ത്യയിലാകെ BJP വലിയ തോതിൽ ഇറക്കിവിടും. അങ്ങനെ ഒരു പ്രചരണം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇതിനെ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് പ്രയാസമാണ്. SDPI ഒന്നും ന്യായീകരിച്ചുകൊണ്ട് UDF-ന് മുന്നോട്ട് പോകാൻ കഴിയില്ല. LDF വളരെ വ്യക്തമായി തന്നെ പറയുകയും ചെയ്തു, ഞങ്ങൾക്ക് SDPIയുടെ പിന്തുണ വേണ്ട എന്ന് പറഞ്ഞു. SDPI ഇന്നും തന്നെ പറയുന്നത് പൂർണ്ണമായി ഇലക്ഷൻ നിൽക്കുമ്പോൾ ആരുടെയും പിന്തുണ വേണ്ട എന്നൊക്കെ പറയുമ്പോൾ ആരുടെയും വോട്ട് വേണ്ട എന്ന് പറയുന്നില്ല. സതീശൻ പറയുന്നത് ഞങ്ങൾക്ക് വോട്ട് വ്യക്തികളാണ് ചെയ്യുന്നത്. അതിപ്പോൾ ഏത് പാർട്ടിയാലും വ്യക്തികളാണല്ലോ ചെയ്യുന്നത്. അത് വോട്ട് വേണ്ട എന്ന് പറയുന്നില്ല. പക്ഷേ SDPI എന്ന പാർട്ടിയുടെ പിന്തുണ വേണ്ട. പക്ഷെ അത് പിന്തുണ വേണ്ട എന്ന് പറയാൻ വേണ്ടി 2 ദിവസം എടുത്തപ്പോൾ ഉണ്ടായ ഡാമേജ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. കോൺഗ്രസിന് ഇങ്ങനെ ഒരു നിലപാട് വേണമെങ്കിൽ ഇന്നലെ തന്നെ, അല്ലെങ്കിൽ ഈ പിന്തുണ പ്രഖ്യാപിച്ച വിവരം വരുമ്പോൾ തന്നെ എടുക്കാമായിരുന്നു. പക്ഷേ അവിടെ വ്യക്തമായ മറുപടി നൽകാതെ ഇന്നലെ സതീശൻ അത് അവസാനിപ്പിക്കുകയായിരുന്നു, മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനുള്ള മറുപടി. അതേസമയം കുറച്ചുകൂടി കടന്ന് K. സുധാകരൻ വോട്ട് വേണം എന്ന് തന്നെ പറയുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഇന്നലത്തെ പ്രതികരണം വന്നത്. വോട്ട് ആര് ചെയ്താലും വാങ്ങും, ഇനിയിപ്പോ വേണമെങ്കിൽ CPM ചെയ്തോ, ഞങ്ങൾ വാങ്ങിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് അതിനെ ന്യായീകരിക്കുന്ന രീതിയായിരുന്നു K. സുധാകരന്റേത്. അതിനൊക്കെ ശേഷമാണ് ഇന്ന് UDF ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കിരൺ സൂചിപ്പിച്ചതുപോലെ ആ ഡാമേജ് മാറുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടുന്ന കാര്യമാണ്. അവിടെ കിരൺ, ഇവിടെ SDPI ഇങ്ങനെ വോട്ട് ചെയ്യാം എന്ന് പറയുന്നു. മതനിരപേക്ഷതയ്ക്കൊപ്പം എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അപ്പോൾ അതിനാണ് അവർ വോട്ട് ചെയ്യുന്നത് എന്നതാണ് ഇന്നലെ VD സതീശൻ പറഞ്ഞത്. SDPI അങ്ങനെ ഒരു നിലപാടെടുത്ത് ഇവർക്ക് വോട്ട് ചെയ്യുമ്പോൾ അത് ന്യൂനപക്ഷ സമുദായത്തെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. അതിനുമപ്പുറം ഭൂരിപക്ഷ സമുദായം അവരുടെ വോട്ട് എന്നത് വലിയ പ്രാധാന്യമുണ്ടല്ലോ. അത് ഒരു ഷുവർ ആക്കി വെച്ചുകൊണ്ടാണ് മറ്റുള്ള ന്യൂനപക്ഷ വോട്ടിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നത്. ഇങ്ങനെ ഒരു നിലപാട് SDPI എടുക്കുന്നു. അവരുടെ പിന്തുണ UDF-ന് എന്ന് വരുമ്പോൾ ഭൂരിപക്ഷ സമുദായത്തിൽ വരുന്ന ഭിന്നിപ്പ് അല്ലെങ്കിൽ ആ വോട്ടിന്റെ ചാഞ്ചാട്ടം എങ്ങനെയായിരിക്കും? രേണുക, ഇത് ഭൂരിപക്ഷ സമുദായത്തിൽ മാത്രമല്ല ഇതുണ്ടാവുന്നത്. ഇത് ന്യൂനപക്ഷ സമുദായത്തിൽ, പ്രത്യേകിച്ച് SDPI എന്ന് പറയുന്നത് മുസ്ലിം വിഭാഗവുമായി ബന്ധപ്പെട്ടാണ്. മുസ്ലിം വിഭാഗത്തിൽ തന്നെ കേരളത്തിൽ നമ്മൾ അതിൻ്റെ ഒരു കണക്ക് ചരിത്രം കൂടി നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാം, ഈ SDPIക്ക് അങ്ങനെ ഒരു വലിയ സ്വാധീനമുള്ള പാർട്ടിയല്ല. ഇപ്പോൾ ഈവൻ നമ്മൾ മാധ്യമങ്ങൾ പോലും അവർക്ക് നൽകുന്ന ഒരു പരിഗണന എന്ന് പറഞ്ഞാൽ അവരുടെ പാർട്ടിയുടെ സ്വാധീനം വെച്ചൊന്നുമല്ല. SDPIക്ക് ഉണ്ടായ ചില തീവ്ര നിലപാടുകൾ, അവർ കാലാകാലങ്ങളിലെ എടുത്ത നേരത്തെ ഒരു മുദ്രാവാക്യവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ, ഇത്തരം തീവ്ര നിലപാടുകളുടെ പേരിലാണ് അവർക്ക് പലപ്പോഴും കൂടുതൽ മാധ്യമ ശ്രദ്ധയോ അല്ലെങ്കിൽ ചർച്ചയോ
ഒക്കെ ഉണ്ടാകുന്നത്. പക്ഷേ കണക്കുകളൊന്ന് പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പായാലും നോക്കിയാൽ ഈ 2 തെരഞ്ഞെടുപ്പിലും ഇവർക്ക് തികച്ച് 1 ലക്ഷം വോട്ട് പോലും നേടാൻ കഴിയാത്തൊരു പാർട്ടിയാണ്. 0.4% വോട്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിലായാലും. 2021 നിയമസഭയിൽ 140-ൽ 40 ഇടത്താണ് ഇവർ മത്സരിച്ചത്. അവർക്ക് ആകെ കിട്ടിയ വോട്ട് 75,566 വോട്ടാണ്. 75,000 വോട്ട് കേരളത്തിൽ ആകെ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ 1% വോട്ട് പോലും ഇല്ല. 0.4%, 0.5% വോട്ട് പോലും ശേഖരിക്കാൻ കഴിയാത്ത ഒരു പാർട്ടിയാണ്. അവർക്ക് ഏറ്റവും സ്വാധീനമുള്ള മേഖലയൊക്കെ നോക്കിയാണ് ഈ 40 സീറ്റുകൾ മത്സരിച്ചത്. ഇനി 2019 ലോക്സഭ എടുത്താലും അവിടുത്തെ അവസ്ഥ ഇത് തന്നെയാണ്. അത് 20 സീറ്റുകളിലെ 10 സീറ്റുകളിലാണ് SDPI മത്സരിച്ചത്. പക്ഷേ ഇന്നലെ പറയുമ്പോൾ തന്നെ സതീശൻ പറഞ്ഞ മറുപടി ഉണ്ടായിരുന്നു. ഈ വേണം വേണ്ട എന്നൊക്കെ പറയുമ്പോഴും ഞങ്ങൾ കഴിഞ്ഞ തവണ 19 സീറ്റിലും ജയിച്ചത് SDPIയുടെ പിന്തുണ കൊണ്ടല്ല, ഞങ്ങളല്ലാതെ തന്നെ ജയിച്ചവരാണ് എന്നൊരു കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അന്ന് 2019 10 മത്സരിച്ച് ആകെ കിട്ടിയത് 80,811 വോട്ടാണ്. അവിടെയും 0.4%. SDPIയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് 2014 അന്ന് പ്രധാനമായും ലീഗിനെതിരെ ലീഗിന്റെ നിലപാടുകൾ കുറെ കൂടി തീവ്രമായ നിലപാടുകൾ സ്വീകരിക്കുന്നില്ല, അല്ലെങ്കിൽ ലീഗ് BJPയെ നേരിടാൻ തക്ക കരുത്തിലേക്ക് നിൽക്കുന്നില്ല, കോൺഗ്രസിന് പിന്നിൽ നിൽക്കുകയാണ്. പലപ്പോഴും അവർ പല തീവ്രമായി ചിന്തിക്കേണ്ട ചില ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ നിലപാടെടുക്കേണ്ട ഘട്ടത്തിൽ അത്തരം നിലപാടുകൾ ലീഗിന്റെ രീതി അങ്ങനെ തന്നെയാണ്. ലീഗ് എല്ലാ കാലത്തും അങ്ങനെ ഒരു തീവ്ര നിലപാടെടുക്കുന്ന ഒരു പാർട്ടിയല്ല. അവർ കുറെ കൂടി സംയമനത്തോടുകൂടി തീരുമാനങ്ങളൊക്കെ എടുക്കുകയും കുറെ കൂടി സൗഹാർദ്ദത്തോടുകൂടി പോകണം എന്നൊക്കെ ആലോചിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പാർട്ടി. ലീഗിന്റെ പാരമ്പര്യം തന്നെ അങ്ങനെയാണ്. ആ ലീഗിനോട് വിരോധമുള്ള ആളുകൾ അല്ലെങ്കിൽ ലീഗ് വിരുദ്ധരായ ആളുകളാണ് കൂടുതൽ SDPIക്ക് വരുന്നത്. SDPIയുടെ വോട്ടിന്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അവർക്ക് വോട്ട് കഴിഞ്ഞ തവണ ലഭിച്ചാണെങ്കിൽ ആകെ 10,000-ന് മേളിൽ വോട്ട് 10,000-ന് മേളിൽ വോട്ട് 2 മണ്ഡലത്തിൽ ലഭിച്ചത്. അവിടെയാണ് കിരൺ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം. ഇതൊരു ഡീലാണ്. ഇത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം ഉള്ളതുമല്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് അത് ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ്. അങ്ങനെ നോക്കിയാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം. തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ പലയിടങ്ങളിലും SDPI പിന്തുണയോടുകൂടി ഭരണത്തിലൊക്കെ ഏറാറുണ്ട്. ഇവർ മാറിയും തിരിഞ്ഞും പരസ്പരം ആരോപണം ഉന്നയിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെ അത് ഒരു വരുന്ന ഭാവി കൂടി കണ്ടറിഞ്ഞുകൊണ്ടുള്ള ഒരു ചീട്ടിടലല്ലേ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി? വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ പറയാം. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയപ്പോൾ SDPIക്കാർ പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കുറേയേറെ സ്ഥലങ്ങൾ ജയിച്ചിട്ടുണ്ട്, അതാണ് ഞങ്ങളുടെ ശക്തി. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം അത് CPM ജയിച്ചാലും കോൺഗ്രസ് ജയിച്ചാലും ആകെ ഒരു വോട്ട് എന്നതിനപ്പുറത്തേക്ക് അവിടെ പലപ്പോഴും വ്യക്തികളുടെ സ്വാധീനം, ഒരു പ്രദേശത്ത് സ്വാധീനമുള്ള ഒരാളാണ് മത്സരിക്കുന്നതെങ്കിൽ ആ സ്വാഭാവികമായും അയാൾ കിട്ടുന്ന വോട്ട് അത് നമുക്കൊരു പാർട്ടിയുടെ വോട്ടായി ഒന്നും പൂർണ്ണമായി കണക്കാക്കാൻ കഴിയില്ല. കണക്കാക്കാൻ കഴിയുന്നത് നിയമസഭയിൽ കിട്ടിയ വോട്ട്, ലോക്സഭയിൽ കിട്ടിയ വോട്ട്. ഞാൻ പറഞ്ഞില്ല നേരത്തെ 2014 ഏറ്റവും കൂടുതൽ വോട്ട് ഇവർ കിട്ടിയത്. അന്ന് കിട്ടിയത് 2,73,847 വോട്ടാണ്. 1.5% വോട്ട് കിട്ടി. 1.5% വോട്ടെന്ന് പറയുന്നത് അത്ര നിസ്സാരമായ ഒരു വോട്ടല്ല. പക്ഷേ ഈ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അന്ന് എല്ലാ സീറ്റിലും മത്സരിച്ചാണ്. അതിനുശേഷം നടന്ന ഒരു തെരഞ്ഞെടുപ്പിലും SDPIക്ക് അങ്ങനെ ഒരു വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. SDPIയെ സംബന്ധിച്ച് ഈ 75,000 വോട്ട്, 1 ലക്ഷം തികച്ചില്ലാത്ത വോട്ടുള്ള ഒരു പാർട്ടിയെ കൊണ്ട് എവിടെയെങ്കിലും ഇപ്പോൾ അതിനേക്കാൾ കുറഞ്ഞ വോട്ടിൽ ഒരിടത്ത് ജയിക്കുക നോക്കുകയൊക്കെ ചെയ്യുന്നവരാ. സാധാരണഗതിയിൽ അങ്ങനെ ഒന്നും ഒരു മണ്ഡലത്തിൽ 10,000 വോട്ട് പോലും ഇല്ലാത്ത ഒരു പാർട്ടിയെ സംബന്ധിച്ച് ആ പാർട്ടിക്ക് കേരളത്തിലെ ഒരു മുന്നണിക്ക് പിന്തുണ കൊടുത്താൽ അവർ ജയിക്കുമെന്നോ അല്ലെങ്കിൽ മറ്റു പിന്തുണയ്ക്ക് അവർ തോക്കുമെന്നോ ഒന്നുമില്ല. അതിനപ്പുറത്തേക്ക് മാത്രമല്ല ഇപ്പോൾ അവരുടെ ഈ അഭിപ്രായ പ്രകടനം അവരെ ആകെ പ്രശ്നത്തിലാക്കിയിരിക്കുകയും കൂടി ചെയ്തിരിക്കുകയാണ്. ഒരു വലിയ പ്രശ്നത്തിൽ അവർക്ക് ഒരാൾക്ക് പിന്തുണ കൊടുത്തേ പറ്റൂ. സ്വന്തം നിലയിൽ അവർ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നറിയിക്കുക എന്നത് അവരുടെ ആവശ്യമാണ്. ഏറ്റവും പ്രധാനമാണ്. ചില സ്വന്തം നിലയിൽ മത്സരിച്ചാൽ കേരളത്തിൽ പല ഭൂരിപക്ഷ മണ്ഡലങ്ങളിലും കെട്ടിവെച്ച കാശ് കിട്ടില്ല. നിലവിലുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പാർട്ടിക്ക് പറയാനൊന്നും കഴിയില്ല ഈ പാർട്ടിക്ക് ഞങ്ങൾ ഏത് പാർട്ടിക്ക് അവകാശപ്പെടാം, ഞങ്ങൾ കഴിഞ്ഞ 5 വർഷത്തേക്കാൾ ഇപ്പോൾ അങ്ങ് ഒരുപാട് വളർന്നു. പക്ഷെ നമുക്കൊരു കണക്കെടുക്കുമ്പോൾ അങ്ങനെയല്ല. നിങ്ങൾ കഴിഞ്ഞ തവണ എത്ര വോട്ടുണ്ടായിരുന്നു, അതിനേക്കാൾ ഒരു 10-20% അധികം വോട്ട് കിട്ടിയാൽ പോലും, അതിന് 50% അധികം വോട്ട് കിട്ടിയെന്ന് കിട്ടേ, നേരെ ഇരട്ടി വോട്ട് കിട്ടിയാൽ പോലും ഇവർ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ 0.4-ൽ നിന്ന് 0.8% അപ്പോഴും 1% വോട്ടിലേക്ക് എത്തുന്നില്ല. അപ്പൊ അത്ര ഒരു വോട്ടിന്റെ ശതമാനം മാത്രമേ SDPI. നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിൽ SDPI ചർച്ചയാക്കാൻ അവരെ സംബന്ധിച്ച് കഴിഞ്ഞു ഈ പ്രഖ്യാപനത്തിലൂടെ എന്നതല്ലേ നമ്മൾ കാണേണ്ടത്. മറിച്ച് ഇവിടെ ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നു ലീഗ് ഈ വിഷയത്തിൽ നിലപാട് പറയണം എന്ന കാര്യം ആവർത്തിച്ച് പറയുന്നുണ്ട്. നാളെ ഇനി ഇവർ യോഗം ചേർന്ന് തീരുമാനം പ്രഖ്യാപിക്കുമെന്നാണ് SDPI പറഞ്ഞിരിക്കുന്നത്. ഇതിനു മുൻപ് ചർച്ചകൾ നടന്നതിൻ്റെയൊക്കെ ചില വിവരങ്ങൾ അവർ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. കൂടുതൽ സജീവമായി ഈ വിഷയം ചർച്ച ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് കിരൺ കരുതുന്നുണ്ടോ? സ്വാഭാവികമായും തെളിവുകൾ പ്രത്യേകിച്ച് ഇനി തെളിവുകൾ ഈ പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും ഇത്തരം ശക്തികളുമായിട്ടൊക്കെ പല മണ്ഡലങ്ങളിലും അവരുമായി ഡീൽ ഉണ്ടാക്കാറുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അത് SDPI ഇതുവരെ പിന്തുണ നൽകിയിട്ടുള്ളത് UDF മാത്രമാണ്. LDF ഇതുവരെയും പരസ്യമായ പിന്തുണ നൽകിയിട്ടില്ല. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ പല സ്ഥലങ്ങളിലും രഹസ്യമായ ചില നീക്കങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം കൂടിയാണ്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ നീക്കങ്ങളെ ഒന്നും എപ്പോഴും നമുക്ക് അതിനൊരു ദേശീയ രാഷ്ട്രീയമായോ സംസ്ഥാന രാഷ്ട്രീയമായിട്ടോ ഒന്നും കൂട്ടിക്കെട്ടാൻ പൂർണ്ണമായും കഴിയില്ല. ചില ഘട്ടത്തിലൊക്കെ
ഘട്ടങ്ങളിലൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പരസ്യമായ എല്ലാ കാലത്തും പിന്തുണ നൽകിയിട്ടുള്ളത് UDF തന്നെയാണ്. ചില ഘട്ടത്തിൽ അവർ തീരുമാനം എടുത്തിട്ടുണ്ട് ബാക്കി മണ്ഡലങ്ങളിൽ ആരാണ് നല്ല സ്ഥാനാർത്ഥി, ആരാണ് കൂടുതൽ യോജിക്കാൻ കഴിയുന്നത്, അവർക്ക് നോക്കി വോട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ LDF ഇപ്പോഴും ഉറപ്പിച്ച് പറയാം, ഞങ്ങൾ ഇവരുടെ ഒരു പിന്തുണ വാങ്ങിയിട്ടില്ല. പക്ഷേ UDF അങ്ങനെ പറയാൻ കഴിയില്ല. UDF സംബന്ധിച്ച് ഇവരുടെ പിന്തുണ അവർ പരസ്യമായി നൽകിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു വിഷയം SDPയുടെ ഇനി മുഴുവൻ വോട്ടും ഈ കിട്ടുന്നതെന്ന് പറയുമ്പോൾ SDP അവകാശപ്പെടുന്നത് ഞങ്ങൾ കാലാകാലങ്ങളിൽ ബാക്കിയുള്ള വോട്ടുകളൊക്കെ മുന്നണികൾക്ക് മറിച്ചു കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ മറിച്ചു കൊടുക്കുന്ന വോട്ട് എല്ലാം കൂടി ചേർത്താലും കിട്ടുന്ന വോട്ടിന്റെ ഒരു ലാഭവും ഇന്ത്യ ആകെ ഇതുണ്ടാക്കുന്ന ഒരു നഷ്ടം. പ്രത്യേകിച്ച് PFI നിരോധനത്തോടു കൂടി തന്നെ ഇന്ത്യയിൽ ആകെ കൂടി SDPക്കെതിരെ ഒരു വികാരം, PFIക്കെതിരെ ഒരു വികാരം ഒക്കെ ഉണ്ട്. പ്രധാനമായും കോൺഗ്രസ് പറയുന്നത് എന്താണ്? ഹിന്ദു തീവ്ര വർഗീയവാദം ഉയർത്തുന്ന BJP RSS സംഘ ശക്തികൾക്കെതിരെയാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ അവർ മറിച്ച് ന്യൂനപക്ഷ വിഭാഗത്തിന്റെ ഒരു തീവ്ര നിലപാട് സ്വീകരിക്കുന്നുവെന്ന് പൊതുവെ കരുതപ്പെടുന്ന ഒരു പാർട്ടിയുടെ പിന്തുണ അല്ലെങ്കിൽ അവരുടെ പിന്തുണ വാങ്ങിയിട്ട് മത്സരിച്ചാൽ സ്വാഭാവികമായും BJPക്കെതിരെ ഉയർത്തുന്ന വർഗീയ അജണ്ടയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു മുദ്രാവാക്യത്തിന്റെ ഒരു ആത്മാർത്ഥത ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുകയും ചെയ്യുന്നു. ദേശീയ തലത്തിലടക്കം പ്രധാനപ്പെട്ട ദേശീയ നേതാക്കളടക്കം ഇന്ന് സ്മൃതി ഇറാനി അടക്കം അത് പറയുകയും ചെയ്തു. അവിടെ പക്ഷേ കോൺഗ്രസിന് കാലതാമസം ഉണ്ടായി, നിലപാട് പ്രഖ്യാപിക്കുന്നതിൽ ഒരു കാലതാമസം ഉണ്ടായി. ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഈ പിന്തുണ പ്രഖ്യാപിച്ച അടുത്ത നിമിഷം തന്നെ പറയാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ആ ഡാമേജ് ഒരു പരിധിവരെ കുറയ്ക്കാൻ കഴിയുമായിരുന്നു. പരിധിവരെ അല്ല, അങ്ങനെയാണെങ്കിൽ ഡാമേജ് പൂർണ്ണമായും കുറയ്ക്കാൻ കഴിയുമായിരുന്നു. ചില കോൺഗ്രസ്സുകാരെങ്കിലും കണ്ടത് ഇന്നിപ്പോൾ പല സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥികൾ പറയുന്നത് നമുക്ക് അങ്ങനെ കൂട്ടണ്ട. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് പലപ്പോഴും അവർക്ക് ആരുടെയും വോട്ട് വേണ്ട എന്നൊക്കെ പറയുന്നതിന് ചില പരിമിതികളൊക്കെ ഉണ്ട്. അതൊക്കെ സ്വാഭാവികമായി ചിലപ്പോൾ സ്ഥാനാർത്ഥികൾക്ക് അത്തരം ഒരു പരിമിതി ഉണ്ടാകും. പ്രത്യേകിച്ച് UDF സ്ഥാനാർത്ഥികൾക്ക് അത്തരം പരിമിതികൾ കൂടുതലാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഉൾപ്പെടെ പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല എന്നൊരു വസ്തുതയുണ്ട്. ഇപ്പോൾ കോഴിക്കോട് അവസ്ഥ നോക്കിയാൽ എളമരം കരീം മത്സരിക്കുമ്പോൾ അവിടെ SDPI വോട്ട് കിട്ടിയാൽ കൊള്ളാം എന്ന നിലയിൽ തന്നെയാണ് എളമരം കരീം സ്ഥാനാർത്ഥിയാകുന്നതും LDF അങ്ങനെ പ്രതീക്ഷിക്കുന്നുമുണ്ട്. അങ്ങനെ നമുക്ക് LDFനെ സംബന്ധിച്ച് നമുക്കിപ്പോൾ അത് ഒരു ഊഹം മാത്രമാണ്. നമുക്ക് LDF ഇതുവരെ പരസ്യമായിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഇവരുമായിട്ട് ധാരണയുള്ളവർക്ക് വോട്ട് കിട്ടിയാൽ കൊള്ളാം എന്നുള്ള മട്ടിലേക്ക് പറഞ്ഞിട്ടില്ല. വോട്ട് വേണ്ട എന്നുള്ള നിലപാട് പ്രഖ്യാപിത നിലപാട് തന്നെയാണ്. RSSന്റെ വോട്ട് അല്ലെങ്കിൽ ഹിന്ദു വർഗീയവാദികളുടെ അല്ലെങ്കിൽ മുസ്ലിം വർഗീയവാദ നിലപാടുകൾ സ്വീകരിക്കുന്ന അവർ കരുതുന്ന പാർട്ടികളുടെ വോട്ട് വേണ്ട എന്നുള്ളത് അവരുടെ പ്രഖ്യാപിത നിലപാടാണ്. ഈ പ്രഖ്യാപിത നിലപാടിനപ്പുറത്തേക്ക് പല സ്ഥലത്തും സ്ഥാനാർത്ഥികളൊക്കെ ചില തരത്തിലേക്കൊക്കെ ചില ഡീലൊക്കെ ഉണ്ടാക്കാറുണ്ട് എന്നുള്ളതും അല്ലെങ്കിൽ ചില സോഫ്റ്റ് കോർണറുകളൊക്കെ ചില കക്ഷികളോടൊക്കെ കാണിക്കാറുണ്ട് എന്നുള്ളതും ഒരു പ്രായോഗിക രാഷ്ട്രീയത്തിൽ നോക്കിയാൽ അത് ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം ഈ SDPയുടെ വിഷയം വന്നതോടുകൂടി SDPI വിഷയത്തിൽ കംപ്ലീറ്റ് പ്രതിരോധത്തിലായത് കോൺഗ്രസും UDF ആണ്. SDPക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നതെല്ലാം ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളിലാണ്. ഇപ്പോൾ മലപ്പുറത്തും പൊന്നാനിയിലും മാത്രമേ ഉള്ളൂ SDPIക്ക് കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ വോട്ടുള്ള 2 മണ്ഡലങ്ങൾ അത് മാത്രമാണ്. പക്ഷെ പലപ്പോഴും അവർ ഒരു അതിന്റെ ഒരു ആകെ വരുന്ന പ്രചരണം അങ്ങനെയല്ല. ഈ വിവാദം കൂടുതൽ ആളിക്കത്തുമോ? എന്തായിരിക്കും ഇനി SDPIയുടെ നിലപാട് പ്രഖ്യാപനം? അവർ ഏതെങ്കിലും തെളിവുകൾ പുറത്തുവിടുമോ? ഏതെങ്കിലും ധാരണ ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും ആശയവിനിമയം നടന്നിട്ടുണ്ടോ എന്നതൊക്കെ കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. വരും ദിവസങ്ങളിലും ഈ ചർച്ച തുടർന്നു പോകാനാണ് സാധ്യത. എന്തായാലും അത് അണയാതെ കാത്തു സൂക്ഷിക്കാൻ ഇടത് കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്നതാണ്. ദേശീയ തലത്തിലും ചർച്ചയാക്കി തന്നെ നിലനിർത്തുന്നുണ്ട്. നമുക്ക് വളരെ പെട്ടെന്ന് തിരിച്ചെത്താം. അവിടെയും കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്ന വിഷയം തന്നെയാണുള്ളത്. വയനാട്ടിൽ രാഹുൽ എത്തിയപ്പോൾ എന്തുകൊണ്ട് ലീഗിന്റെ കൊടി കണ്ടില്ല എന്ന ചോദ്യം ഇങ്ങനെ ആവർത്തിച്ച് ഈ കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചൂടിൽ ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ വിശേഷങ്ങളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. തെരയിളക്കത്തിലേക്ക് വീണ്ടും സ്വാഗതം. വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ റാലിയിൽ പാർട്ടി പതാക ഒഴിവാക്കിയ സംഭവത്തിൽ പ്രതിസന്ധിയിലായിരിക്കുന്നു കോൺഗ്രസ്. സ്വന്തം പതാക പോലും ഉയർത്തിപ്പിടിക്കാൻ കഴിയാത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്ന വിമർശനമാണ് മുഖ്യമന്ത്രി ഇന്ന് ഉയർത്തിയത്. ലീഗിനെ വേണം, പക്ഷേ പതാക വേണ്ട എന്നാണ് കോൺഗ്രസ് നിലപാടെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഉപദേശം വേണ്ടെന്നായിരുന്നു KC വേണുഗോപാലിന്റെ പ്രതികരണം. രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയുമായി ബന്ധപ്പെട്ടുണ്ടായ കൊടി വിവാദം കോൺഗ്രസിനെതിരായ വലിയ പ്രചാരണായുധമാക്കി മാറ്റുകയാണ് BJPയും ഇടത് കേന്ദ്രങ്ങളും. മുഖ്യമന്ത്രി തന്നെ ഇന്ന് വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നു. ലീഗിന്റെ വോട്ട് വേണം, പക്ഷേ കൊടി വേണ്ട എന്ന നിലപാടിലേക്ക് കോൺഗ്രസ് അധപ്പതിച്ചിരിക്കുകയാണ്. അതോടൊപ്പം സ്വന്തം പാർട്ടിയുടെ പതാക ഉയർത്തിക്കാണിക്കാനുള്ള ആത്മവിശ്വാസം പോലും കോൺഗ്രസിന് നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന രൂക്ഷമായ വിമർശനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺഗ്രസിനെതിരെ ഉന്നയിച്ചത്. സ്വന്തം പാർട്ടി പതാക ഉയർത്തിപ്പിടിക്കാൻ പോലും കഴിവില്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറുന്നത്
എന്തുകൊണ്ടാണ് എന്ന് സ്വാഭാവികമായ സംശയം എല്ലാവരിലുമുണ്ടാകും. സ്വന്തം പതാക പരസ്യമായി ഉയർത്തിക്കാട്ടാനുള്ള ആർജവം ഇല്ലാതായത് എന്തുകൊണ്ടാണ്? ഇത് ഒരുതരം ഭീരുത്വമല്ലേ? മുസ്ലിം ലീഗിൻ്റെ വോട്ട് വേണം, പതാക പാടില്ല എന്ന നിലപാട് എന്തുകൊണ്ടാണ് എടുക്കുന്നത്? ലീഗ് പതാക ലോകത്തെ കാണിക്കുന്നതിൽ നിന്ന് ഒളിച്ചോടാൻ സ്വന്തം കൊടിക്ക് പോലും ഐക്യം കൽപ്പിക്കുന്ന ദുരവസ്ഥയിലേക്ക് കോൺഗ്രസ് എന്തുകൊണ്ടാണ് താണുപോയത്? ഇന്നത്തെ കോൺഗ്രസ് നേതാക്കൾക്ക് ആ കൊടിയുടെ ചരിത്രം അറിയുമോ എന്ന് ഒരു സംശയം സ്വാഭാവികമായിട്ട് വരും. വിഷയത്തിൽ കൃത്യമായ രാഷ്ട്രീയ വിമർശനവുമായി ബി.ജെ.പിയും രംഗത്തെത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തിന് അകത്തും പുറത്തും ഇത് വലിയ തരത്തിൽ കോൺഗ്രസിനെതിരായ വിമർശനമായി ഉയർത്തിക്കാണിക്കുന്ന തരത്തിലേക്ക് തന്നെയായിരിക്കും ബി.ജെ.പിയുടെയും പ്രചാരണ പരിപാടികൾ. നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ പോകുമ്പോൾ തന്നെ ലീഗിന്റെ കൊടിയൊക്കെ ഒഴിവാക്കിയിട്ടാണ് പോകുന്നത്. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാരണം രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയിലെ മറ്റ് വോട്ടർമാരോട് ഞാൻ മുസ്ലിം ലീഗിനോടൊപ്പമാണ് മത്സരിക്കുന്നത്, ഞാൻ ജമാഅത്തെ ഇസ്ലാമിയോടൊപ്പമാണ് മത്സരിക്കുന്നത്, ഞാൻ പോപ്പുലർ ഫ്രണ്ടിനോടൊപ്പമാണ് മത്സരിക്കുന്നത് എന്ന് വ്യക്തമാക്കാൻ മടിയുണ്ട് എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. ലീഗ് എന്നും കോൺഗ്രസിന് ഒപ്പം നിൽക്കുന്ന, കോൺഗ്രസ് ചേർത്ത് നിർത്തിയിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതിനപ്പുറത്തേക്ക് ലീഗിനെ അകറ്റി നിർത്തുന്ന ഒന്നും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകത്തില്ല എന്ന ജാഗ്രത തന്നെയാണ് നേതാക്കളുടെ എല്ലാവരുടെയും വിശദീകരണത്തിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയും ബി.ജെ.പിയും തമ്മിൽ വീണ്ടും ഒക്കച്ചങ്ങായിമാരായി മാറിയിരിക്കുകയാണ്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി നോമിനേഷൻ കൊടുക്കാൻ വന്നപ്പോഴുണ്ടായ റോഡ് ഷോയിൽ പതാകയൊന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പരാതി. ഞങ്ങൾ എങ്ങനെ പ്രചരണം നടത്തണമെന്ന് മുഖ്യമന്ത്രി ഞങ്ങൾക്ക് സ്റ്റഡി ക്ലാസ് എടുക്കേണ്ട, അത് AKG സെന്ററിൽ നിന്ന് തീരുമാനിക്കുന്നതല്ല ഞങ്ങളുടെ പ്രചരണ രീതി. കഴിഞ്ഞ രാഹുൽ ഗാന്ധി വന്ന തെരഞ്ഞെടുപ്പിൽ ഈ പതാക വിവാദം ഉണ്ടാക്കിയത് ബി.ജെ.പിയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അതേ പതാക വിവാദം ഉണ്ടാക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ബി.ജെ.പിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഇത് ചെയ്യുന്നത്. ലീഗ് പ്രവർത്തകർക്കിടയിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ അസ്വസ്ഥതകൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് കക്ഷികൾ ഇത് വലിയ തരത്തിൽ വിമർശനം ഉന്നയിക്കുന്ന തരത്തിലേക്ക് ഈ പ്രചാരണം ഏറ്റെടുത്തിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ലീഗ് പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാതിരിക്കാൻ കരുതലോടെ മാത്രമേ കോൺഗ്രസ് നേതാക്കൾ വിഷയത്തിൽ പ്രതികരണം നടത്താവൂ എന്ന നിലപാടിൽ തന്നെയാണ് കോൺഗ്രസിന്റെ നേതൃത്വം മുഴുവൻ. ഡാൻ കുര്യന്റെ റിപ്പോർട്ടാണ് കണ്ടത്. എന്നാൽ ശക്തമായ ഭാഷയിൽ തന്നെ ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ട് ലീഗ് നേതൃത്വം. പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകൾ കാണാം നമുക്ക്. കോൺഗ്രസിന്റെ കൊടിയുമായി കൂട്ടിക്കെട്ടാതെ കേരളത്തിന് പുറത്ത് CPM-ന് കൊടി ഉയർത്താൻ കഴിയില്ല എന്നാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടി വിമർശിച്ചത്. വയനാട്ടില് രാഹുൽ ഗാന്ധി വന്നപ്പോ ഞങ്ങളുടെ കൊടിയുണ്ടോ, കോൺഗ്രസിന്റെ കൊടിയുണ്ടോ എന്നാണ് ഇപ്പോ ഞങ്ങളോട് അവര് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ബഹുമാന മുഖ്യമന്ത്രി ഇന്നാ ചോദിച്ചു, ഈ രാജ്യത്ത് അങ്ങനെ വല്ല ചോദ്യം ചോദിക്കാൻ പറ്റുമോ? ആർക്കെങ്കിലും അങ്ങനെ ഒന്ന് ചോദിക്കാനുള്ള അവകാശമുണ്ടോ? കാരണം CPM-ന് ഇടതുമുന്നണിക്ക് അവരുടെ കൊടി സ്വതന്ത്രമായി ഒന്ന് കൊണ്ടുപോയി കെട്ടാൻ തമിഴ്നാട്ടിൽ പറ്റുമോ, ബംഗാളിൽ പറ്റുമോ? കോൺഗ്രസിന്റെ കൊടി കൂട്ടിക്കെട്ടിയാലല്ലാതെ അത് പൊങ്ങൂല. ഈ കേരളത്തിന്റെ അപ്പുറമുള്ള ഒരു സ്ഥലത്തും അതൊന്നും പൊക്കാൻ കഴിയില്ല. രാഹുൽ ഗാന്ധി വന്നപ്പോൾ കൊടിയില്ല എന്ന് പറഞ്ഞാൽ അത് ഒരു പക്ഷേ നിങ്ങളോടൊക്കെ കാണിക്കുന്ന ഒരു വലിയ സൗഹൃദമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളോടൊക്കെ കാണിക്കുന്ന ഒരു ഇളവാണ്. ഇടതുപക്ഷത്തിന്റെ ആരോപണങ്ങൾ പി.കെ. കുഞ്ഞാലിക്കുട്ടി പൂർണ്ണമായും തള്ളിക്കളയുമ്പോൾ രമേശ് ചെന്നിത്തല പറയുന്നത് നല്ല മറുപടി കൂടിയാണ് പറയുന്നത്. രാഷ്ട്രീയ പ്രാധാന്യമുള്ള കേരളത്തിന് പുറത്ത് എങ്ങനെയാണ് മത്സരിക്കുന്നത്? കോൺഗ്രസും CPM-ഉം എല്ലാം ചേർന്നാണ് മത്സരിക്കുന്നത്. അപ്പോൾ അവിടെ കൊടി ഒരുമിച്ചല്ലേ കെട്ടുന്നത്. അപ്പോൾ അതിന് കുഴപ്പമില്ല. കേരളത്തിന് കൃത്യമായ മറുപടി തന്നെ ലീഗ് പറയുന്നുണ്ട്. പക്ഷേ രമേശ് ചെന്നിത്തല ഇക്കാര്യത്തിൽ പറയുന്നത് അത് പുതിയ പ്രചരണ രീതി എന്നതായിരുന്നു രമേശ് ചെന്നിത്തലയുടെ ആ വിഷയത്തിലുള്ള പ്രതികരണം. അതേസമയം ഇത് വലിയ വിഷയമായി തന്നെ BJP ഉയർത്തിക്കാട്ടുന്നു. പഴയ അമേഠി പോലെയാണ് ഇപ്പോഴത്തെ വയനാടെന്ന്
NDA സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ മുസ്ലിം ലീഗിന്റെ അടക്കം കൊടികൾ ഉപയോഗിക്കാതിരുന്നത് രാഷ്ട്രീയ പാപ്പരത്തമാണ്. പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള ഇന്ത്യ വിരുദ്ധ ശക്തികളുമായാണ് കോൺഗ്രസിന്റെ കൂട്ടുകെട്ട്. ദേശീയ തലത്തിൽ തന്നെ ഇത് പ്രചാരണ വിഷയമാക്കുമെന്നും കെ സുരേന്ദ്രൻ ന്യൂസ് 18നോട് പറഞ്ഞു. കഴിഞ്ഞ തവണ ലീഗിന്റെ കൊടി ഉയർത്തിയത് പ്രചാരണ വിഷയമാക്കി, ഇത്തവണ കൊടി ഉയർത്താത്തത് ഞങ്ങൾ പ്രചാരണ വിഷയമാക്കുന്നതാണ്. എന്തായാലും എനിക്ക് തോന്നുന്നു പിന്നെ അതിലൊരു പ്രധാനപ്പെട്ട വിഷയം, ഈ കഴിഞ്ഞ തവണ കേരളത്തിൽ രാഹുൽ ഗാന്ധി വന്നു കഴിഞ്ഞപ്പോൾ വലിയ സ്വീകരണമാണ് നൽകിയത്. കോൺഗ്രസും ലീഗും എല്ലാം ചേർന്ന് അവർ കേരളത്തിൽ എനിക്കൊന്നൊരു സ്ഥാനാർത്ഥിക്ക് നൽകിയതിൽ ഏറ്റവും വലിയ സ്വീകരണം തന്നെയാണ്. രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾ പ്രത്യേകിച്ച് അവിടെ വരുമ്പോൾ ലീഗിന്റെ കൂടി ഒരു ഉത്തരവാദിത്തമായി ദേശീയ നേതാവ് വരുന്നു, ഇന്ത്യയിൽ പ്രധാനമന്ത്രിയാവാൻ സാധ്യതയുള്ള ഒരാൾ വരുന്നു എന്നൊക്കെയുള്ള ഒരു വലിയ പ്രതീക്ഷയിൽ വലിയ സ്വീകരണം. അന്ന് ലീഗൊക്കെ വലിയ രീതിയിൽ കൊടിയൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ്. പക്ഷേ ഇത് BJP ദേശീയ തലത്തിൽ ആകെ ഉപയോഗിച്ചത് ലീഗിന്റെ കൊടി എന്നുള്ളതല്ല. ഈ മുസ്ലിം ലീഗ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിലാകും ഏതോ ഒരു കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണെന്ന് അറിയുന്നവരൊന്നുമല്ല ഉത്തരേന്ത്യയിലെ. ഇത് പാകിസ്ഥാന്റെ ആണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, പാകിസ്ഥാന്റെ കൊടി എന്ന മട്ടിലാണ് ഔദ്യോഗികമായി ലീഗിന്റെ കൊടി എന്ന് BJP നേതാക്കൾ പറയുന്നു. പക്ഷേ BJPയുടെ മറ്റ് ഹാൻഡിലുകളെല്ലാം ഉപയോഗിച്ചത് പാകിസ്ഥാന്റെ കൊടി ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ നടത്തിയത്. അപ്പൊ അത്തരം ഒരു പ്രചരണം സ്വാഭാവികമായും ഉത്തരേന്ത്യയിലേക്ക് വരുമ്പോൾ ഉത്തരേന്ത്യയിൽ അത് വലിയ തോതിൽ കോൺഗ്രസിന് വിരുദ്ധമായി അല്ലെങ്കിൽ കോൺഗ്രസിനെതിരായി വരാൻ സാധ്യതയുണ്ട്. രാഹുൽ ഗാന്ധി ഏതോ ഒരു ഹിന്ദുക്കളൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് പല ഉത്തരേന്ത്യയിൽ BJP വ്യാപകമായി പ്രചരിപ്പിച്ച അങ്ങനെയാണ്. വയനാട് എന്ന് പറയുന്നത് ഒരു മുസ്ലിം ഭൂരിപക്ഷ സ്ഥലമാണ്, അതൊരു പാകിസ്ഥാൻ പോലത്തെ ഒരു സ്ഥലമാണ്. ആ ഒരു സ്ഥലത്താണ് രാഹുൽ ഗാന്ധി പോയി മത്സരിക്കുന്നത്. ഹിന്ദുക്കളുള്ള സ്ഥലത്ത് ഒന്നും മത്സരിക്കാൻ ഭയമാണ്. തീർത്തും അങ്ങനെ ഒരു പ്രചരണം അന്ന് നടത്തി പ്രചരിപ്പിച്ച് വിജയിപ്പിക്കുന്നതിൽ BJP 100% വിജയിച്ചു. പക്ഷേ അത് മനസ്സിലാക്കി അങ്ങനെ വേണ്ട, അതിനൊരു അവസരം ഞങ്ങളായി വെച്ചു കൊടുക്കണ്ട എന്ന് മുൻകാല അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ UDF ഇത്തവണ ഒരു തീരുമാനമെടുത്തതിൽ തെറ്റ് പറയാനുണ്ടോ? ഞാനതിനെ കാണുന്നത് UDFന്റെ വളരെ ബുദ്ധിപരമായ തന്ത്രപരമായ തീരുമാനം എന്ന് തന്നെയാണ്. ചില ഉത്തരേന്ത്യയെ സംബന്ധിച്ച് ഉത്തരേന്ത്യയിലേക്ക് പോയിട്ട് ഞങ്ങൾക്ക് ഇത് കേരളത്തിൽ മത്സരിക്കുന്നത് ലീഗാണ്, ലീഗ് കേരളത്തിൽ ഒരു മതേതര പാർട്ടിയെ അംഗീകരിക്കുന്നതാണ്, അത് എല്ലാവരുടെയും കൂടെ നിൽക്കുന്നതാണ്, രണ്ട് മുന്നണിയുടെയും ഭാഗമായിട്ടൊക്കെ നിന്നിട്ടുണ്ട്. അത്തരം രാഷ്ട്രീയമൊന്നും പറയാൻ കഴിയില്ല. അത്തരം ഒരു സ്ഥലത്ത് ഈ രാഹുൽ ഗാന്ധി വരുന്നതിന്റെ പടം ഉത്തരേന്ത്യയിൽ നിന്ന് വന്ന പ്രധാനമായും BJP അവിടെ പടം എടുക്കാൻ ഉദ്ദേശിക്കുന്നതിന് രാഹുൽ ഗാന്ധി പച്ചക്കൊടിക്ക് നടുക്ക് നിൽക്കുന്ന ഒരു പടം എടുക്കുക, അങ്ങനെ ഒരു ചിത്രം, ആ ചിത്രം പ്രചരിപ്പിക്കുക എന്ന് തന്നെയായിരിക്കും ഉദ്ദേശിച്ചത്. അതിന് ഇട കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നത് രാഷ്ട്രീയ തന്ത്രം കൂടിയാണ്. പക്ഷേ അങ്ങനെ ഒരു തീരുമാനം അവർ എടുക്കുമ്പോൾ പോലും കിരൺ, ഇതിപ്പോൾ എന്താ പറയുന്നത്, മതേതരത്വം സംരക്ഷിക്കാൻ, ഇന്ത്യയുടെ സ്വത്വം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ BJP ഞങ്ങളെ ഇത് രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുമോ എന്ന് പറഞ്ഞ് അവരുടെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങിക്കൊടുത്തു എന്ന ഒരു ആരോപണം കൂടി ഉയരുന്നു. അല്ല രേണു, അത് പറയാം, അങ്ങനെ ആരോപണം പറയാം. അതുകൊണ്ടാണ് അവർ പരസ്യമായിട്ട് പറയാൻ, ഇവർ ഇത്രയേ ഉള്ളൂ, ഇവർക്ക് അതിനെ പ്രതിരോധിക്കാൻ പറ്റുന്നില്ല. അതിനെ പ്രതിരോധിക്കാൻ വലിയ ശക്തിയിലേക്ക് അല്ല നിൽക്കുന്നത്. ഇപ്പോൾ അമേഠിയിലെ പരാജയം തന്നെ, അമേഠിയിൽ യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി പരാജയപ്പെട്ട സമയത്ത് ഏറ്റവും വലിയ BJPയുടെ ഇത്തരം ഒരു പ്രചരണത്തിന്റെ ഒരു ഉദാഹരണം കൂടിയായിരുന്നു. അമേഠിയിൽ എല്ലാ വികസന പദ്ധതികളിനടുത്തെല്ലാം BJP ഫ്ലെക്സ് ബോർഡ് വെക്കും. ഫ്ലെക്സ് ബോർഡ് വെച്ചിട്ട് മുഴുവൻ സ്ഥലത്തും ഇത് കേന്ദ്ര സർക്കാർ തന്ന പദ്ധതിയാണ്, ഇത് സ്മൃതി ഇറാനി തന്ന, അപ്പൊ എല്ലായിടത്തും ഫ്ലെക്സ് ബോർഡ്. രാഹുൽ ഗാന്ധി വെച്ച സ്ഥലത്തും അല്ലാത്ത സ്ഥലത്തും എല്ലാം ഫ്ലെക്സ് ബോർഡുകൾ വന്നത്. സാധാരണഗതിയിൽ അമേഠിയിലെ ജനത്തിന് ആദ്യമായിട്ടാണ് അവിടെ ഒരു കേരളത്തിലെ പോലെ അങ്ങനെ വികസന പദ്ധതി വെച്ചിട്ട് ഫ്ലെക്സ് ബോർഡ് വെക്കുന്ന ഒരു പതിവൊന്നും അമേഠിയിലില്ല. അങ്ങനെ അവിടെ കാര്യമായ വികസനം ഇല്ലെന്നുള്ളത് വേറെ യാഥാർത്ഥ്യം. പക്ഷെ ഉള്ള വികസന സ്ഥലത്തോ അല്ലെങ്കിൽ ഒന്നും അങ്ങനെ ഒരു ഫ്ലെക്സിന്റെ ഒരു പക്ഷേ BJP ഫ്ലെക്സ് വെച്ച് വളരെ കൃത്യമായി തരാം. അപ്പോൾ കോൺഗ്രസ് തന്നെ നിസ്സാരമായി കണ്ട് ഞങ്ങൾ എത്ര കാലമായി ജയിക്കുന്നൊരു മണ്ഡലമാണ്, ഇവിടെ ഫ്ലെക്സ് വെച്ചുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് തിരിച്ചറിയും. പക്ഷേ BJPയുടെ ആ തന്ത്രത്തിന് മുന്നിൽ കോൺഗ്രസിന്റെ അഭിമാനമാണ് വീണ് പോയെന്ന് ആലോചിക്കണം. രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾ അമേഠി എന്നൊരു മണ്ഡലത്തിൽ പരാജയപ്പെടുമ്പോൾ കോൺഗ്രസിന് ദേശീയ തലത്തിലുണ്ടായ ഏറ്റവും വലിയ ഒരു മണ്ഡലത്തിലെ പരാജയം എന്ന നിലയ്ക്ക് ഏറ്റവും വലിയ തിരിച്ചടി. വയനാടില്ലായിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധി MP ആവാതെ മാറി നിൽക്കേണ്ട അവസ്ഥ വരെ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാകുമായിരുന്നു. ആ ഒരു അവസ്ഥയ്ക്ക് അവർക്ക് ഇപ്പോൾ തിരിച്ചറിയുന്നു. അവരുടെ ശക്തി മാത്രം തിരിച്ചറിഞ്ഞാൽ പോരാ, കോൺഗ്രസിന്റെ ദൗർബല്യം കൂടി അവർ തിരിച്ചറിയുന്നു. ഈ കേരളം മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾക്ക് ഇതെല്ലാം പറഞ്ഞാലും എന്തെല്ലാം വിവാദം ഉണ്ടായാലും കേരളത്തിലെ ജനങ്ങൾക്ക് സ്വാഭാവികമായും തിരിച്ചറിയാം. അവർ ഈ കൊടി വെച്ചെന്ന് കണ്ടിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കൊണ്ടല്ലോ വോട്ട് ചെയ്യുന്നത്. അവർക്ക് വ്യക്തമായ നിലപാടുകളുണ്ട്. ഈ സുരേന്ദ്രനെ പോലെയുള്ളവർ അല്ലെങ്കിൽ BJPയുടെ മറ്റു നേതാക്കൾ ഉയർത്തുന്ന വിമർശനങ്ങൾ ഈ കേരളത്തിൽ മാത്രം ഒതുങ്ങും. മറ്റു രീതിയിൽ ചിത്രങ്ങളോ ദൃശ്യങ്ങളോ ഒന്നും മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാനും കോൺഗ്രസിന് ഇങ്ങനെ ഒരു നിലപാടെടുത്തതിലൂടെ കഴിഞ്ഞു എന്ന് കിരൺ വിശ്വസിക്കുന്നു. വളരെ സ്വാഭാവികമാണ്. അത് തന്നെയാണ് എന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. കോൺഗ്രസിന് ഞങ്ങൾ ഇന്ന കാരണം കൊണ്ടാണ് കെട്ടാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലീഗിനെ അവഹേളിക്കുന്നതിന് തുല്യമാവും. ലീഗിനെ പോലെ ഒരു പാർട്ടിയെ ഇത്ര കാലം കോൺഗ്രസ് ലീഗിനെ വിട്ട് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല കേരളത്തിൽ. അത്തരം ഒരു പാർട്ടിയെ അവഹേളിക്കുന്നതിന് തുല്യം. അപ്പോൾ ലീഗ് നേതാക്കൾക്കും വ്യക്തമായ ധാരണയുണ്ട്, ഇത് ആകെ കൂടി ഇന്ത്യ മുന്നണിയുമായിട്ട് മത്സരിക്കുമ്പോൾ ഇവിടെ ലീഗിന്റെ പിന്തുണയോടുകൂടിയാണ്, അത്തരം ഒരു സ്ഥലത്താണ് അല്ലെങ്കിൽ ഹിന്ദുക്കൾ ഇല്ലാത്ത സ്ഥലത്താണെന്നൊക്കെ രീതിയിൽ പ്രചരണം വന്നു കഴിഞ്ഞാൽ അത് സ്വാഭാവികമാണ്. ഇപ്പോൾ UP-യിലായാൽ മാത്രമല്ല
മാത്രമല്ല ഈ ഉത്തരേന്ത്യയിലെ രാജസ്ഥാനിലായാലും മധ്യപ്രദേശിലായാലും ഉത്തരേന്ത്യയിലെ ബഹുഭൂരിപക്ഷ സംസ്ഥാനങ്ങളിലും അവിടെയെല്ലാം ഈ കേരളത്തെ പോലെ ഒരു മുസ്ലിം പോപ്പുലാരിറ്റി ഉള്ള അത്രയും ജനസംഖ്യയുള്ള സ്ഥലങ്ങളല്ല. അല്ലാത്ത സ്ഥലങ്ങളിലെല്ലാം തന്നെ വ്യാപകമായി തന്നെ BJPക്ക് അനുകൂലമായ സംശയത്തിന് നിലയിലേക്ക് കോൺഗ്രസ് വീണ്ടും പോകാൻ ഇടം. ആ സംശയത്തിന് തെരഞ്ഞെടുപ്പിൽ തന്ത്രങ്ങളും അല്ലെങ്കിൽ നേരെ വാ എന്നത് മാത്രമല്ല, തെരഞ്ഞെടുപ്പിൽ ചില തന്ത്രങ്ങൾ കൂടിയുണ്ട്. ഇത് കോൺഗ്രസ് സാധാരണ ഇതിൽ ഇത്തരം തന്ത്രങ്ങളിൽ ഏറ്റവും കോൺഗ്രസിന്റെ കൊടി ഉപയോഗിച്ചിട്ട് ലീഗിന്റെ കൊടി ഉപയോഗിക്കാതിരിക്കുകയായിരുന്നു എങ്കിൽ കൂടുതൽ വിമർശനങ്ങൾ ഉയർന്നു വന്നില്ല. പക്ഷേ അവിടെ രണ്ടും വേണ്ട എന്ന തരത്തിലുള്ള ഒരു ബുദ്ധിപരമായ തീരുമാനം അവരെടുത്തു. പറഞ്ഞതുപോലെ ഞങ്ങളൊരു പുതിയ തന്ത്രമാണ് ഉപയോഗിച്ചത്. അതാണ് അവർ പരീക്ഷിച്ചത്. പക്ഷേ എനിക്ക് കിരൺ ഇവിടെ നമ്മുടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗം കാണുമ്പോൾ നേരത്തെയും ഒരുമിച്ചിരുന്ന് കേരളത്തിൽ LDF UDF തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ഒരു വൈരനിര്യാതന ബുദ്ധിയോട് കൂടിയുള്ള ഏറ്റുമുട്ടലിലേക്ക് സംസ്ഥാനത്തെ എങ്കിലും അതിലും കുറച്ചുകൂടി കടുത്തിട്ടുണ്ടോ ഇത്തവണ തോന്നുന്നു. കാരണം BJP ഉയർത്തുന്ന മുദ്രാവാക്യം അല്ലെങ്കിൽ അവർ ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് CPM-ഉം LDF-ഉം മൊത്തത്തിൽ വരുന്നു എന്ന ഒരു സാഹചര്യം ഇല്ല. അങ്ങനെ മാത്രം പറയാൻ കഴിയില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ LDF ആയാലും UDF ആയാലും രണ്ടു കൂട്ടരും നോക്കുന്നത് BJP വിരുദ്ധരായ ആളുകൾ. അത് മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്നു അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെടുന്നു മാത്രമല്ല, ഹിന്ദു വിഭാഗത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ അങ്ങനെ ഒരു മതം എന്ന് നോക്കിയാൽ ഹിന്ദു വിഭാഗമുണ്ട്. അപ്പോൾ ഈ 50% മേളിൽ വരുന്നൊരു വിഭാഗം, ആ വിഭാഗത്തിലും വലിയൊരു ശതമാനം ആളുകൾ BJP വിരുദ്ധരായ ആളുകളുണ്ട്. അപ്പോൾ BJP വിരുദ്ധ വോട്ടുകൾ ആർക്കാണ്? ഇപ്പം നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആവരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ വോട്ട് ഏത് മുന്നണിക്കാണ് കൂടുതൽ ലഭിക്കുന്നത് ആ മുന്നണിക്കാവും സ്വാഭാവികമായും ജയം ഉണ്ടാകുക. അപ്പോൾ ആ ജയം ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് മറ്റ് മുന്നണി എതിർ മുന്നണി ഇപ്പോൾ ഈ ലീഗിന്റെ ഈ വിഷയം ഉയർത്തിയപ്പോൾ ഇത് കേരളത്തിൽ CPM-ന് അറിയാൻ കഴിയാത്തല്ല. പക്ഷേ ഇങ്ങനെ വിഷയം ഉയർത്തുമ്പോൾ ലീഗ് അണികൾക്ക് പെട്ടെന്ന് കുറച്ച് പേർക്കെങ്കിലും ഞങ്ങളെ അവഹേളിച്ചോ അങ്ങനെ ഒരു തോന്നലുണ്ടായി കഴിഞ്ഞാൽ കുറച്ച് വോട്ടെങ്കിലും മാറുന്നെങ്കിൽ മാറട്ടെ. അല്ലെങ്കിൽ കോൺഗ്രസ് ഈ വിഷയത്തിലേക്ക് 2-3 ദിവസം തളച്ചിടാൻ പറ്റുന്നു, SDP-യുടെ സാധനം വരുന്നു, അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ് പ്രതിരോധത്തിലാവുന്നു. അപ്പോൾ വീണ്ടും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാൻ കഴിയുന്നൊരു വിഷയം വരുന്നു. തുടർച്ച ഇലക്ഷനിൽ ആരാണോ ആദ്യം വിഷയങ്ങൾ ഉന്നയിക്കുന്നത്, ആരാണോ ആക്രമണം അഴിച്ചുവിടുന്നത്, അവർക്ക് എപ്പോഴും ഒരു എഡ്ജുണ്ട്. ആ എഡ്ജ് ഇപ്പോൾ കേരളത്തിൽ ലഭിക്കുന്നത് LDF ആണ്. LDF ഈ രണ്ട് വിഷയവും വളരെ കൃത്യമായി തന്നെ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അതിൽ അവരുടെ പുതിയ തെരഞ്ഞെടുപ്പ് പ്രചരണ തന്ത്രം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ തളച്ചിടാൻ ശ്രമിക്കുന്നു. ഒപ്പം തന്നെ ശക്തമായ ഭാഷയിൽ ലീഗ് ഉൾപ്പെടെ മറുപടി നൽകിക്കൊണ്ട് ഇടതുപക്ഷത്തിന്റെ ഈ പ്രചരണം തകർക്കാനാണ് അല്ലെങ്കിൽ ഈ ആരോപണങ്ങൾ തകർക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ദേശീയ തലത്തിൽ എന്തായാലും ഈ സ്ട്രാറ്റജി UDF-നെ കോൺഗ്രസിനെ സംബന്ധിച്ച് നല്ലതാണ് എന്ന അഭിപ്രായമാണ് കിരൺ ബാബു മുന്നോട്ട് വെക്കുന്നത്. നമുക്ക് ഇനി അടുത്ത വാർത്തയിലേക്ക് പോകണം. അതിനു മുൻപ് ഒരു ബ്രേക്ക് ഉണ്ട്. നമ്മൾ തരൂരിനെ എപ്പോഴും തരൂരിന്റെ ഒരുപാട് വിശേഷണങ്ങളുണ്ട്. വിശ്വപൗരൻ, ദില്ലി നായർ, ഇപ്പോ ഒരു അസൽ നായർ എന്നുകൂടി ഒരു പര്യായ പദം എന്ന് പറയാം, അല്ലെങ്കിൽ പുതിയൊരു നാമം കൂടി തരൂരിന് ലഭിച്ചിരിക്കുന്നു. അതിന്റെ വിശദാംശങ്ങളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. തിരയിളക്കത്തിലേക്ക് വീണ്ടും സ്വാഗതം. കിരൺ, നമ്മളുടെ ഒരു പ്രേക്ഷകൻ യൂട്യൂബിൽ ചോദിക്കുന്നുണ്ട്, ഇത് തിരയിളക്കമല്ലേ, നിങ്ങൾ എന്താ തിരയിളക്കം എന്ന് പറയുന്നത്? തെരയിളക്കം തെരഞ്ഞെടുപ്പിന്റെ തെരയിളക്കമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് ആ പ്രേക്ഷകനോട് പറയുകയാണ്. എന്തായാലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ച വാർത്തയിലേക്ക് പോവുകയാണ്. NSS അംഗങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാമെന്ന് ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ പറഞ്ഞു. ആരോടും അകൽച്ചയുമില്ല, അടുപ്പവുമില്ല, ഇത്തവണയും സമദൂരം തന്നെ. ശശി തരൂരിനെ കുറിച്ചുള്ള ധാരണാ പിശക് മാറിയെന്നും തരൂർ ഡൽഹി നായരല്ല, ഇപ്പോൾ അസൽ നായരാണെന്നും സുകുമാരൻ നായർ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയമില്ല, ഞങ്ങൾക്ക് അസമദൂരം തന്നെയാണ്. കാരണം ഇതിനകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട ആളുകളുണ്ട്. നായർ സർവീസ് സൊസൈറ്റിയിൽ അവര് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നതിനോ ഒന്നും ഇത് NSS ഒരിക്കലും തടസ്സമല്ല. പക്ഷേ NSS രാഷ്ട്രീയപരമായി ഒരിടത്ത് ഏർപ്പെടുത്തി ഒരു രാഷ്ട്രീയ പാർട്ടിയോടും NSS-ന് യാതൊരു വിധമായ അകൽച്ചയോ കൂടുതൽ അടുപ്പവുമില്ല. ഇതിനകത്ത് പെടുന്ന ആളുകൾക്ക് അവരുടെ വോട്ട് അവരുടെ മനസ്സാക്ഷി അനുസരിച്ച് ആർക്ക് വേണം ചെയ്യാനും ചെയ്യാനും അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. ഉണ്ടായ ഒരു ധാരണ പശുവിൽ ഞാൻ പറഞ്ഞു പോയത് അങ്ങനെ അസൽ നായരാണ് എന്ന് ഞാൻ പിന്നെ പറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ യോഗത്തിൽ വിളിച്ചതെന്നും പറഞ്ഞു. പിന്നീടുള്ള കാര്യം എനിക്കറിയാൻ പറ്റില്ല, അതൊക്കെ നിങ്ങൾ വിലയിരുത്തിക്കോളൂ. ആ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറഞ്ഞു. എന്തായാലും ആളുകൾക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാനുള്ള സമ്മതമൊക്കെ കൊടുത്തിട്ടുണ്ട് NSS ജനറൽ സെക്രട്ടറി. ഇതിപ്പോ സ്വാതന്ത്ര്യം കൊടുത്തു പറയുന്നു. ഈ കാലത്ത് നമ്മളത് കേൾക്കേണ്ടി വരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അന്ന് രാവിലെ
കേരളത്തിൽ ഇടതുമുന്നണിക്കെതിരായ നിലപാട് പരസ്യമായി പ്രഖ്യാപിച്ചതാണ് സുകുമാരൻ നായർ. വെള്ളാപ്പള്ളിയുടെ കഥ എടുക്കുകയാണെങ്കിൽ വെള്ളാപ്പള്ളി തോൽപ്പിക്കും എന്ന് ഉറപ്പിച്ചു പറഞ്ഞ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളൊക്കെ കെ സി വേണുഗോപാലും പി സി ഉഷ അടക്കമുള്ളവർ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച കഥ കൂടിയുണ്ട്. അപ്പോൾ സമുദായ നേതാക്കളുടെയൊക്കെ പലപ്പോഴും അവരുടെ ഈ വാർത്തകൾക്ക് നമ്മൾ നൽകുന്ന വാർത്തയ്ക്ക് അപ്പുറത്തേക്ക് ഈ ഏത് സമുദായമായാലും അതിന് ക്രിസ്ത്യൻ സമുദായമായാലും മുസ്ലിം സമുദായം ഇവരുടെയൊക്കെ ചില വൈകാരികമായ ആ സമുദായത്തിനെതിരെ ചില വികാരങ്ങൾ നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ അവർ പറഞ്ഞാൽ ഒരു സമുദായത്തിനെ ഒരു പാർട്ടി അവഗണിച്ചു അല്ലെങ്കിൽ അവരെ തീരെ അവഗണിച്ചു, അങ്ങനെ ഒരു വികാരം നിൽക്കുന്ന സമയത്ത് ഇവർ പറഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് ആളുകളൊക്കെ വോട്ട് ചെയ്തിരിക്കും. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന ഒരു പരസ്യമായി അങ്ങനെ പറയാൻ തയ്യാറാകുന്നു എന്നതാണ് അതിനകത്ത് ഏറ്റവും വലിയ കാര്യം. കിരൺ, എന്തായാലും ഇവിടെ സമദൂരം ഞങ്ങൾ ആർക്കും ഇല്ല എന്ന് പറയുമ്പോൾ പോലും തരൂർ അസൽ നായരാണ് എന്ന് പറയുന്നതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? പോയി തരൂർ നോട്ട് ചെയ്തോളൂ പറ്റുന്നവരൊക്കെ എന്നതാണോ? അത് വളരെ വ്യക്തമാണ്. തരൂരിനെ സംബന്ധിച്ച് തരൂരിനാണ് NSന്റെ പിന്തുണ എന്നുള്ളത് വ്യക്തമാണ്. എന്നുവെച്ചാൽ യഥാർത്ഥത്തിൽ NSSന്റെ ഒരു 4 നൂറ്റാണ്ടിന്റെ ചരിത്രം എടുത്താൽ NSSന്റെ പ്രതിനിധി സമ്മേളനത്തിലേക്ക് ക്ഷണിച്ച അതിഥികൾ അങ്ങനെ പുറത്തു നിന്നുള്ള ആളുകളെ ക്ഷണിക്കുന്നുണ്ടെങ്കിൽ ഇതിനും ഒരു 25 വർഷം നായരായിട്ടൊരു പ്രധാനപ്പെട്ട ഒരാളെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ തരൂരിനെ മാത്രമാണ്. അതിനു മുമ്പ് 2013 ക്ഷണിച്ചത് AK ആന്റണിയാണ്. 2013 AK ആന്റണി ക്ഷണിക്കുമ്പോൾ AK ആന്റണി അന്ന് കോൺഗ്രസ് പാർട്ടിയിൽ 2ാമനോ 3ാമനോ ഒക്കെയാണ്. സോണിയാഗാന്ധിയുടെ റൈറ്റ് ഹാൻഡായി നിൽക്കുന്ന ആളാണ്. കേന്ദ്ര മന്ത്രിസഭയിൽ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് കഴിഞ്ഞാൽ അടുത്ത ആളാണ്. പാർട്ടിയിലും സർക്കാരിലും ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് AK ആന്റണി. അങ്ങനെ ഒരു അധികാരത്തിൽ നിൽക്കുന്ന ഒരാളെ സ്വാഭാവികമായി ക്ഷണിക്കുന്നതിന് NSനെ പോലെ ഒരുപാട് അവർക്ക് പല താല്പര്യങ്ങൾ കാണാം. അങ്ങനെ ആർക്കും ഒരു തെറ്റ് പറയാനില്ല. പക്ഷേ പിന്നീട് NSSുമായി ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന കോൺഗ്രസിന്റെ നേതാവ് എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് മന്ത്രിസ്ഥാനം കിട്ടാൻ വേണ്ടിയാണ് താക്കോൽ സ്ഥാനം, നായർക്ക് താക്കോൽ സ്ഥാനമില്ല എന്നൊക്കെ വലിയ വിവാദമൊക്കെ ഉണ്ടാക്കിയത്. അന്നാണ് ഈ തരൂരിനെ പറഞ്ഞത്. തരൂരിന് സീറ്റ് കൊടുത്തു തരൂരിന് സീറ്റ് കൊടുത്ത കഥ പറഞ്ഞപ്പോഴാണ് പറയുന്നത് തരൂരിന് മറ്റു ചിലരുടെ സീറ്റുകൾക്ക് വേണ്ടിയൊക്കെ ചില പ്രധാന കോൺഗ്രസ് നേതാക്കൾ സീറ്റ് വേണ്ടി തരൂരിന്റെ സീറ്റ് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് തരൂർ ഡൽഹി നായരാണ്, എന്തായാലും കേരളത്തിൽ NSന്റെ പിന്തുണ ഇല്ല എന്നൊക്കെ പറഞ്ഞാണ്. അങ്ങനെ ഒരു സ്ഥാനത്താണ് 2023 കഴിഞ്ഞ വർഷം തരൂരിനെ ക്ഷണിക്കുന്നത്. 10 വർഷത്തിന് ശേഷം അവിടെ AK ആന്റണി കഴിഞ്ഞാൽ ക്ഷണിക്കുന്ന തരൂരിനെയാണ്. അപ്പോൾ തരൂരിന് ഒരു MP എന്നതിനപ്പുറത്തേക്ക് തരൂരിന് വേറെ ഒരു സ്ഥാനവുമില്ല. അങ്ങനെ ഒരു സ്ഥാനവും ഇല്ലാത്ത ഒരാളാണ് ക്ഷണിക്കുന്നത്. അപ്പോൾ രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ചില്ല എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തല ഏതെങ്കിലും ഘട്ടത്തിൽ അങ്ങനെ ഇപ്പോൾ സ്ഥാനമില്ല എന്ന് പറയാം. VD സതീശനെ ക്ഷണിക്കാത്തതിന് വേണമെങ്കിൽ പറയാം. VD സതീശൻ പലപ്പോഴും പരസ്യമായി തന്നെ സമുദായ നേതാക്കളുടെ തിണ്ണനിറങ്ങാൻ രാഷ്ട്രീയ നേതാക്കൾ പോകരുത് എന്നൊക്കെ പരസ്യമായി പറയുകയും അല്ലെങ്കിൽ ഇവരുമായിട്ട് അത്തരത്തിലേക്കൊക്കെ ഉള്ള ഒരു ബന്ധം സൂക്ഷിക്കുന്ന ഒരാളല്ല, പരസ്യ വിമർശനം ഉന്നയിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരാളെ അതിന് തിരിച്ചു പാഠം പഠിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞതാണ് NSS. അങ്ങനെയൊക്കെ വേണമെങ്കിൽ ആലോചിക്കാം. അല്ലെങ്കിൽ KC വേണുഗോപാൽ അല്ലെങ്കിൽ കുറെ കൂടി ഒരു വലിയ പദവിയൊക്കെ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ കേരളത്തിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ തലത്തിൽ നിൽക്കുന്ന അന്ന് ആന്റണി നിന്ന പോലെയൊക്കെയുള്ള അധികാരമില്ലെങ്കിൽ പാർട്ടിക്കുള്ള നേതാവ്. പക്ഷെ അവരെ ആരെയും വിളിക്കാതെ ശശി തരൂരിനെ വിളിച്ചെങ്കിൽ അത് വളരെ കൃത്യമായ ഒരു സന്ദേശമാണ് നൽകിയത്. അതിപ്പോൾ ആവർത്തിക്കുകയാണ്. കേരളത്തിൽ മുഴുവൻ UDFന് പിന്തുണ എന്നൊന്നും പറയുന്നില്ല. പക്ഷേ തരൂരിന്റെ വിഷയത്തിൽ NSSന് താല്പര്യമുണ്ട്. തരൂർ അസൽ നായരാണ് എന്ന് പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ NSS പറഞ്ഞാൽ കേൾക്കുന്ന ആരെങ്കിലും വോട്ടർ ഉണ്ടെങ്കിൽ രണ്ടുപേരും നായന്മാരായതുകൊണ്ടാണോ? അതേ സ്വാഭാവികമായി രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്നു, ഒരേ വിഭാഗത്തിൽ നിന്ന് വരുന്ന 2 പേര്. അപ്പൊ അതിൽ ഞങ്ങളുടെ പിന്തുണ NSSന്റെ ഔദ്യോഗിക പിന്തുണ തരൂരിനാണ് എന്നുകൂടിയാണ് പരസ്യമായി പറയുക കൂടിയാണ് ചെയ്തിരിക്കുന്നത്. അത് ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ തന്നെ കാണേണ്ടതാണ്. എന്തായാലും തരൂരിനെ സംബന്ധിച്ച് അന്ന് ലഭിച്ച ക്ഷണമൊക്കെ അദ്ദേഹം വലിയ രീതിയിൽ ആസ്വദിക്കുകയും ഒക്കെ ചെയ്തതാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തക സമിതിയിലേക്കുള്ള അംഗത്വത്തിനൊക്കെ വലിയ രീതിയിലൊക്കെ നേരിട്ട് കോൺഗ്രസ് അധിഷ്ഠാനത്തേക്ക് മത്സരിക്കുകയും പരാജയപ്പെട്ടെങ്കിൽ പോലും അതുകൊണ്ട് തരൂരിനെ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റുന്ന പിന്തുണയൊക്കെ തരൂരിനെ സംബന്ധിച്ച് വലിയ ഗുണം ചെയ്ത കാര്യമാണ്. എന്തായാലും തരൂരിനെ കുറിച്ച് പറയുമ്പോൾ ഇന്നലെ തരൂർ വാർത്തകളിൽ നിറഞ്ഞത് തിരുവനന്തപുരത്തെ മത്സരം UDFും BJPയും തമ്മിൽ എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ്. ഞാൻ തരൂരിനെ നേരിട്ട് കാണുമ്പോൾ ആവർത്തിച്ച് ആരാണ് പ്രധാന എതിരാളി എന്ന് ചോദിക്കുമ്പോൾ തരൂർ പറഞ്ഞത് ത്രികോണ മത്സരം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറി. ആ സമയത്ത് കൃത്യമായും ത്രികോണ മത്സരം എന്ന് പറയുകയും മറ്റു ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറുകയും ചെയ്തു. പക്ഷേ ഇന്നലെ അദ്ദേഹം അത് BJPയുമാണ് ആയിട്ടാണ് എന്ന് സൂചിപ്പിച്ചു. ഇന്ന് കൃത്യമായി പന്ന്യൻ രവീന്ദ്രൻ അതിനൊരു പ്രധാനപ്പെട്ട വിഷയം കൂടിയുണ്ട്. ഈ തരൂര് ഇന്നലെ പറഞ്ഞതും ത്രികോണ മത്സരമാണ്. പക്ഷേ പ്രധാന മത്സരം 2ാം സ്ഥാനത്തേക്ക് നിൽക്കുന്നത് BJP ആണെന്നുള്ളത്. തരൂരിനെ സംബന്ധിച്ച് തരൂര് പ്രത്യേകിച്ച് 2019 കൃത്യമായി 2014 തെരഞ്ഞെടുപ്പാണ് ഏറ്റവും അതിന്റെ ഒരു ബെഞ്ച് മാർക്കായി നോക്കുന്നത്. 2014 തരൂര് തിരുവനന്തപുരത്തെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ. കിരൺ, അതിലേക്ക് വരാം. നമുക്ക് ആ കാര്യങ്ങൾ വിശദമായി പറയുന്നതിന് മുൻപ് ഇന്ന് പന്ന്യൻ രവീന്ദ്രൻ അതിന് മറുപടി പറഞ്ഞിരിക്കുകയാണ്. ന്യൂസ് 18നോടാണ് പന്ന്യൻ രവീന്ദ്രന്റെ പ്രതികരണം. തരൂർ തോൽവി ഉറപ്പിച്ചു എന്താണ് പന്ന്യൻ രവീന്ദ്രൻ പറയുന്നത്. മത്സരം UDFും
BJP-യുമായി എന്ന് പറഞ്ഞത് ന്യൂനപക്ഷ വോട്ട് തട്ടാനുള്ള തന്ത്രമാണ്, അത് വിലപ്പോകില്ല എന്നും പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞിരിക്കുന്നു. മത്സരം LDF-ഉം UDF-ഉം തമ്മിലാണ്, അവിടെയാണ് തരൂർ തോൽവി ഉറപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. മത്സരം UDF-ഉം LDF-ഉം തമ്മിൽ, അവിടെ തരൂർ തോൽവി ഉറപ്പിച്ചിരിക്കുന്നു എന്നതാണ് പന്ന്യൻ രവീന്ദ്രൻ പറയുന്നത്. BJP ബഹുദൂരം പിന്നിലെന്നും പന്ന്യൻ രവീന്ദ്രൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. ഇന്നലത്തെ തരൂരിന്റെ പ്രസ്താവനയ്ക്കുള്ള മറുപടിയാണ് ഇന്ന് പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. അത് ന്യൂനപക്ഷ വോട്ട് ലക്ഷ്യം വിട്ടുകൊണ്ടുള്ള തരൂരിന്റെ തന്ത്രമാണ്, ഇവിടെ രണ്ടാമത് BJP ആണ് എന്ന് പറയുന്നത് എന്ന് കൂടിയാണ് ഇന്ന് അതിന് മറുപടി നൽകിയിരിക്കുന്നത്. കിരൺ കാര്യങ്ങൾ പറഞ്ഞു വരികയായിരുന്നു. 2014 സാഹചര്യം സൂചിപ്പിക്കുകയായിരുന്നു. പറയാം രേണുക, അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഇതിൽ തരൂരിനെ സംബന്ധിച്ച് തരൂർ തിരുവനന്തപുരത്ത് ഒരു രാഷ്ട്രീയ മത്സരം നടന്നു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും 2ാം സ്ഥാനത്ത് വന്നത് BJP ആണ്, 3ാം സ്ഥാനത്തേക്ക് LDF-ന്റെ സ്ഥാനാർത്ഥി പോയി. പക്ഷേ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല അവിടെ പലപ്പോഴും വോട്ട് വരുന്നത്, അതിനപ്പുറത്തേക്ക് ഇടതുമുന്നണിക്ക് ലഭിക്കേണ്ട കുറേയേറെ വോട്ടുകളെങ്കിലും നിയമസഭയിലൊക്കെ ലഭിക്കേണ്ട വോട്ടുകളെങ്കിലും BJP ജയിക്കരുത് എന്നൊരു തോന്നൽ വരുമ്പോൾ സ്വാഭാവികമായും BJP ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് വരുമ്പോൾ അതിൽ കൂടുതൽ ജയിക്കാൻ സാധ്യതയുള്ള ഒരാൾ തരൂരാണ്. അതുകൊണ്ട് തരൂരിന് വ്യാപകമായി വോട്ട് ചെയ്യപ്പെടുന്നു. അതാണ് 2014 വിഷയം. 2014 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 4 നഗരമണ്ഡലങ്ങളിൽ ജയിച്ചത് 1ാം സ്ഥാനത്ത് നിന്നത് ഒ രാജഗോപാലാണ്. അവിടെയെല്ലാം 2ാം സ്ഥാനത്തേക്ക് തരൂര് പിന്തള്ളപ്പെട്ടു പോയിരുന്നു. പക്ഷേ തരൂരിന് വലിയ വിജയമൊരുക്കിയത് 3 തീരദേശ മണ്ഡലങ്ങളാണ്. പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വലിയ പിന്തുണയുള്ള അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വലിയ കോൺസെൻട്രേഷൻ ഉള്ള മണ്ഡലങ്ങളിലാണ് വലിയ വോട്ട് കിട്ടിയത്. ആ ന്യൂനപക്ഷ വോട്ട് കിട്ടാനുള്ള തന്ത്രം തന്നെയാണ് ഇത്തവണ പയറ്റുന്നത് എന്നതാണ് പന്ന്യൻ സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം കൂടി പൂർത്തിയായതോടുകൂടി തെരഞ്ഞെടുപ്പ് രംഗം കൂടുതൽ ചൂടുപിടിക്കുകയാണ്. ശക്തമായ ത്രികോണ പോരാട്ടമാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നടക്കുന്നത്. ഇവിടെ ഇപ്പോൾ തിരുവനന്തപുരത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രന്റെ വാഹന പര്യടനം പുരോഗമിക്കുകയാണ്. കഴക്കൂട്ടം മണ്ഡലത്തിലാണ് കഴക്കൂട്ടം MLA കടകംപള്ളി സുരേന്ദ്രനൊപ്പം പന്ന്യൻ രവീന്ദ്രന്റെ വാഹന പര്യടനം പുരോഗമിക്കുന്നത്. കഴിഞ്ഞ ദിവസം UDF സ്ഥാനാർത്ഥി ശശി തരൂർ പറഞ്ഞത് ഇവിടെ മത്സരം UDF-ഉം BJP-യും തമ്മിൽ എന്താണ് അങ്ങനെ ഒരു പ്രതികരണത്തിന് കാരണം? നിങ്ങളുടെ വിലപ്പെട്ട വോട്ടവകാശം രേഖപ്പെടുത്താൻ പൂർണ്ണ ബോധ്യമായതുകൊണ്ട് എല്ലാവർക്കും ഒരു പുതിയ അടവാണത്. ആ അടവ് തോൽവി ഉറപ്പായ ആവേശോജ്വലമായ സ്വീകരണത്തിനോ സ്നേഹത്തിന്റെയും വിനയത്തിന്റെയും ഹൃദയത്തിന്റെയും ഭാഷയിൽ ഒരിക്കൽ കൂടി അദ്ദേഹം പറഞ്ഞത് 1000 നന്ദി രേഖപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഒരു ജീവിതം പലതിനും മാതൃകയാക്കാൻ കഴിയും വിധം കാലത്തിന് മാറ്റാനാവാത്ത പാടുകൾ സൃഷ്ടിച്ച രക്ഷപ്പെടാൻ കഴിയില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രിയ നേതാവ് സഖാവ് പന്ന്യൻ രവീന്ദ്രൻ കടന്നു വരികയാണ്. തൊഴുകയും പൊൻചിരിയുമായി ശിരസ്കനായി നാട്യങ്ങളില്ലാതെ രാഷ്ട്രീയത്തിന്റെ ജാടകളില്ലാതെ അധികാര രാഷ്ട്രീയത്തിന്റെ എന്തായാലും UDF-ഉം LDF-ഉം തമ്മിലാണ് പ്രധാന പോരാട്ടം എന്നതാണ് പന്ന്യൻ സൂചിപ്പിക്കുന്നത്. ഇന്ന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പ്രധാനപ്പെട്ട ദിവസം എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാനുള്ള സമയപരിധി അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. സംസ്ഥാനത്ത് 290 സ്ഥാനാർത്ഥികളാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ആകെ 499 സെറ്റ് പത്രികകൾ ലഭിച്ചു. നാളെയാണ് സൂക്ഷ്മ പരിശോധന നടക്കുക. അരുണിന്റെ റിപ്പോർട്ട് കാണാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം ഇന്ന് വൈകിട്ട് 3 മണിക്കാണ് അവസാനിച്ചത്. സമയം അവസാനിക്കുമ്പോൾ ആകെ 290 സ്ഥാനാർത്ഥികളാണ് 20 ലോക്സഭാ നിയോജക മണ്ഡലങ്ങളിലായി പത്രിക സമർപ്പിച്ചത്. ഇതിൽ തന്നെ 499 പത്രികകൾ ആകെ ലഭിച്ചു. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നാളെ നടക്കും. 8-ാം തീയതിയാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന സമയം. ഓരോ മണ്ഡലത്തിലും ഏറ്റവും അധികം സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച മണ്ഡലം തിരുവനന്തപുരമാണ്. 22 സ്ഥാനാർത്ഥികളാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നത്. ഇതിൽ ചിലർ സ്ഥാനാർത്ഥികളുടെ അപരന്മാരായി മത്സരിക്കാൻ വരുന്നവരാണ്. വിമത സ്ഥാനാർത്ഥികളുടെ ശല്യം തിരുവനന്തപുരം മണ്ഡലത്തിൽ പ്രതീക്ഷിക്കപ്പെടുന്നു. അങ്ങനെ തിരുവനന്തപുരത്ത് 22 സ്ഥാനാർത്ഥികളുണ്ട്. ആറ്റിങ്ങലിൽ 14, കൊല്ലത്ത് 15, പത്തനംതിട്ടയിൽ 10, മാവേലിക്കര 14, മാവേലിക്കരയിലും ആലപ്പുഴയിലും 14 വീതം, കോട്ടയത്ത് 17, ഇടുക്കിയിൽ 12, എറണാകുളത്ത് 14, ചാലക്കുടി 13, തൃശൂർ 15, ആലത്തൂരിലാണ് ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികളുള്ളത്. 8 പേരാണ് അവിടെ ഉള്ളത്. പാലക്കാട് 16 സ്ഥാനാർത്ഥികൾ ഇപ്പോൾ മത്സരരംഗത്തുണ്ട്. പൊന്നാനിയിൽ 20 പേരുണ്ട്. മലപ്പുറത്ത് 14, കോഴിക്കോട് 15, വയനാട്ടിൽ 12, വടകരയിൽ 14, കണ്ണൂരിൽ 18, കാസർഗോഡ് 13 സ്ഥാനാർത്ഥികളാണ് ഉള്ളത്. ഈ അവസാന ദിവസമായ ഇന്ന് 252 പത്രികകളാണ്
സംസ്ഥാനത്താകെ ലഭിച്ചത്. ശക്തമായ മത്സരം സംസ്ഥാനത്ത് പൊതുവിൽ ഇത്തവണ പ്രതീക്ഷിക്കപ്പെടുന്നു. പലയിടത്തും ത്രികോണ മത്സരമാണ്. ഇന്നാണ് ഏറ്റവും കൂടുതൽ പത്രികകൾ സമർപ്പിക്കപ്പെട്ടത്. രാജീവ് ചന്ദ്രശേഖറും ഒപ്പം കെ സുരേന്ദ്രനും ഒക്കെ ഉൾപ്പെടെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഇന്ന് പത്രിക സമർപ്പിക്കുകയും ചെയ്തു. നമുക്ക് മറ്റേ ആദ്യം പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ്. ആ കാലത്ത് മരിച്ചുപോയ മുൻ മുഖ്യമന്ത്രി ഇ കെ നായനാർ വന്ന് വി ജോയിക്ക് വേണ്ടി ആറ്റിങ്ങലിൽ വോട്ട് ചോദിക്കാൻ വേണ്ടി എയിലൂടെ ഒരു വീഡിയോ കൊണ്ടുവന്നു. ആ വീഡിയോ എന്തായാലും നമുക്കൊന്ന് കാണാം. നിങ്ങൾക്കറിയാടോ ആരാ ആറ്റിങ്ങിൽ നമ്മളെ സ്ഥാനാർത്ഥി? നമ്മളെ ജോയ്. ഓനെല്ലാത്തിനും ഉഷാറാണ്. നാട്ടുകാർക്ക് എന്തിനും പറ്റുന്നവനാ. ഈ RSSന്റെയും സംഘപരിവാറിന്റെയും പടപ്പൊന്നും ഓൻ്റെ അടുത്ത് നടക്കൂല. പൈസേന്റെ ഏർപ്പാടും കൊണ്ടുപോയാൽ ഓൻ ഓടിക്കും. എന്ത് സഹായത്തിനും ഏത് സമയത്തോടെ ഓൻ ഉണ്ടാവും. ഓൻ നമ്മളാളാ, നമ്മളെ ജോയ്. ഓനെ ഇങ്ങോട്ട് ജയിപ്പിച്ചു വിടണം. മറ്റു പല നേതാക്കളും സമാനമായ 22 ദിവസം ഇനിയും ബാക്കിയാണ്. ഇനി എന്തൊക്കെ കാണാനിരിക്കുന്നു പ്രചരണ രംഗത്ത് എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത്. നമുക്ക് എന്തായാലും ഇന്ന് അവസാനിക്കാം. അതെ, തെരയിളക്കം ഇനി നാളെ 8 മണിക്ക്. നമസ്കാരം.